ഫ്രീലാൻസിങ് ആയിട്ട് നമ്മള് വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? എന്തൊക്കെയാണ് ഇപ്പം ഇപ്പൊ നിങ്ങളെല്ലാം ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് എടുത്ത് ചെയ്യുന്നവരാണല്ലേ? അപ്പോ നമ്മള് ഒരു ക്ലയന്റിനെ പിച്ച് ചെയ്യുമ്പം പിന്നെ എമൗണ്ട് പറയുന്ന കാര്യത്തിലാണേലും നമ്മളൊരു പിന്നെ പിച്ച് നമ്മളൊരു വർക്ക് പറയുന്നതിന് മുന്നേ നമുക്കത് പ്രസന്റേഷൻ കാണിക്കണമല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണേലും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. അതിലുള്ള പ്രോബ്ലംസ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇത് നമുക്ക് ഈ സെഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ പറയുന്നതാണ്. എന്നുവെച്ചാല് മെയിൻ ആയിട്ട് ഈ കുറെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി കുറെ അധികം ഓൺലൈൻ പിന്നെ ഈ ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ആയിട്ടുള്ള അപ്വർക്ക് പോലത്തെ കുറെ പ്ലാറ്റ്ഫോംസ്. അതിലൊക്കെ നമുക്ക് എങ്ങനെ അതിലൊക്കെ വർക്ക് എടുത്ത് ചെയ്യാം, നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാം. അതെല്ലാമാണ് നമ്മള് ഇതിലൂടെ DMF കൊച്ചി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയോട് ഉദ്ദേശിക്കുന്ന ഫ്രീലാൻസിങ് ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് എവിടുന്നൊക്കെ വർക്ക് കിട്ടും, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ഇപ്പം അതിലിപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത്. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളവർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. അതെങ്ങനെ അത് മൂവ് ഓൺ ചെയ്യണം, അതിന് കുറച്ച് SEO സ്ട്രാറ്റജീസ് ഉണ്ട്, അതെല്ലാം എങ്ങനെ ചെയ്യേണ്ടത്. അത് മാത്രമല്ല നിങ്ങൾക്കും ആ ഒരു നമ്മൾ ചെയ്യുന്ന സക്സസ്, ഇപ്പൊ ഒരു ക്ലയന്റ് എനിക്ക് കിട്ടി, ആ ക്ലയന്റ് സക്സസ് ആയിട്ട് എനിക്കൊരു നല്ലൊരു എമൗണ്ട് മന്ത്ലി കിട്ടുന്നുണ്ടെന്ന് ഓർത്തോ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങളും അത് ഒരു ഇൻസ്പിറേഷൻ ആവും, നിങ്ങളും അത് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് ഒരു ക്ലയന്റിനെ എങ്ങനെ പിച്ച് ചെയ്യാം, അത് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പ്രൈസിങ് പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ഇൻസൈറ്റ്സ് വളരെ പ്രധാനമാണ്. ഒന്ന് പറയുമോ? എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നന്നായിരിക്കും. ഹലോ ഷിൻരാജ്, ഷിജോ. ഞാനങ്ങനെ പൊതുവെ അങ്ങനെ എനിക്ക് ഒരുപാട് ക്ലയൻസ് ഒന്നുമില്ല. ഞാൻ വളരെ കുറച്ച് ക്ലയൻസ് ഉള്ളൂ. പിന്നെ ഞാൻ ഡിജി മാർക്കറ്റിംഗ് മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോസും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ വർക്ക് വരുമ്പോൾ അതെടുത്ത് ചെയ്യുന്നു. അപ്പൊ ബേസിക്കലി ഞാനിപ്പോ ക്ലയൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പൊതുവെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതൊക്കെയാണോ അത് കാണിച്ചു കൊടുക്കും. റിവ്യൂ ചെയ്തിട്ടുള്ള ആഡ്സിന്റെ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഡിസൈനേഴ്സിന്റെ പോർട്ട്ഫോളിയോസ് ഒക്കെ അയച്ചു കൊടുക്കും. അതായത് അവർ ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ഡിസൈനിങ്ങിന്റെ വർക്ക്സ്, അതുപോലെ വീഡിയോ എഡിറ്റേഴ്സ് ആണെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്, പിന്നെ നമ്മൾ മാനേജ് ചെയ്യുന്ന പേജസ്, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും. പിന്നെ എന്നിട്ട് നമ്മുടേതായ രീതി അവരുടെ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു ബ്രീഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇപ്പോൾ ചെയ്യാം, ഇതിൽ കൂടുതൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സജഷൻസ് പറയും. പിന്നെ ചില ക്ലയൻസ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു മീറ്റിംഗ് വേണ്ടായി. അപ്പോൾ ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അവർക്ക് ഇതുവരെ ഒരു തരത്തിലും ഓൺലൈൻ അറ്റൻഷൻ ഇല്ല. അപ്പോൾ നമ്മളപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് അവരുടെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഓരോ ക്ലയന്റിനെ കാണാൻ. ചിലവർ അത് ഓൾറെഡി ഉണ്ടാവും, പക്ഷെ അവരെന്താ പ്രൊഫഷണൽ ആയിട്ട് ഒരു പേജ് മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അവർ പേജ് മാനേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള. അതൊക്കെ ഓരോ ഡിപ്പെൻസ്. ആണ്. ശരിയാണ്. പക്ഷേ അതെ, പക്ഷേങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എത്രയാണ് അവരുടെ ടേൺ ഓവർ എന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ? എന്താ കേട്ടില്ല? അതെ, കറക്റ്റാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഇപ്പോ നമ്മൾ ഓരോ വർക്ക് അവർ തന്നെ പറയും. ചിലപ്പോൾ ചിലവർ പറയും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഓൺലൈൻ പ്രസൻസ് നമ്മൾ സാധാരണ അത്യാവശ്യം വർക്ക്സ് ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ പൊതുവെ ലാസ്റ്റ് ഒരു മീറ്റിംഗ് ക്ലയന്റ് പറഞ്ഞാൽ എനിക്ക് ഒരു മാസം ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പൊതുവെ പലരും അങ്ങനെ അധികം ടേൺ ഓവേഴ്സ് നമ്മൾ പറയാറില്ല. പക്ഷെ അവർ പറയും നമുക്ക് ഇത്ര രൂപ മോശമില്ലാത്ത വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് ഓൺലൈൻ പ്രസൻസും കൂടി കുറച്ചുകൂടി കൂട്ടി കഴിഞ്ഞാൽ കുറെ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അങ്ങനെയാണ് പോകുന്നത്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ എന്തായാലും ടേൺ ഓവർ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം അവര് മാക്സിമം ഇതിലോട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് അവർക്ക് നിലവിലുള്ള ഒരു ഓപ്ഷൻ.
അതെ അതെ. അപ്പോ ചിലപ്പോ അത് റിക്കവർ ആയിട്ട് കിട്ടുന്നത് ചിലപ്പോ ഒരു 1 ഇയർ പിന്നെ പ്രോഫിറ്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, ആ ഒരു അഡ്വർടൈസ്മെന്റിന്റെ എമൗണ്ട് തിരിച്ചു കിട്ടുന്നത് 1 ഇയർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഇത് തിരിച്ചു കിട്ടുക. അപ്പോ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ അപ്പൊ എങ്ങനെയാണ് അപ്പം ബ്രോ ആണേലും അശ്വിൻ ബ്രോ ആണേലും എങ്ങനെയാണ് പ്രൈസിങ് പറയുന്നത്? ഞാന് ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റാർട്ടിങ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പറയുന്നതിനൊക്കെ എമൗണ്ട് ഇപ്പൊ നമ്മളൊരു 15 രൂപ നമ്മുടെ ഫിക്സഡ് നമ്മൾ പ്രൈസ് നമ്മൾ സ്റ്റാർട്ട് ഇപ്പൊ ഒരു 15 രൂപയാണ് നമ്മുടെ നോർമൽ പൈസ എങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ആണ് എന്ന് പറയാൻ ഞാൻ ചിലപ്പോൾ ഒരു നോർമൽ പാക്കേജ് ഒരു 3 മാസത്തേക്കൊക്കെ ഞാൻ 12K-ക്കോ 10K-ക്കോ ഞാൻ ചിലപ്പോൾ ചെയ്ത് കൊടുക്കും. ഞാൻ പറയും നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൈസ് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പൊ അതനുസരിച്ച് എന്റെ ഒരു ഒരു നോർമൽ പെർ മന്ത് ഒരു പെർ മന്ത് മാസത്തെയാണ് പെർ ആ മന്ത് 12K 15K ഒക്കെ ആ ആണ് അല്ലെ? ആ അതന്നെ. നമ്മളിപ്പോ മന്ത്ലി ചില നമ്മൾ മാസം മാസം വാങ്ങി 20 രൂപയൊക്കെ ആയിരിക്കും ഒരു ക്ലയന്റ്. അപ്പൊ പുതുതായിട്ട് ഒരു ക്ലയന്റ് വരുമ്പോൾ അപ്പൊ അവർക്ക് ഇതുവരെ ഒരു കാര്യത്തിൽ ഓൺലൈൻ പ്രസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അവർ പിന്നെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പൊ ചാടി കയറി നമുക്ക് അവരോട് ഈ വലിയൊരു എമൗണ്ട് പറയാൻ കഴിയില്ല. അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ നമ്മൾ ഇത്ര രൂപ പറയും, നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചാർജ് വരുന്നത്. അപ്പൊ നമ്മളൊരു നിങ്ങളൊരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണോണ്ട് നമ്മൾ ഈ ഒരു ഇത്ര മാസത്തേക്ക് ഈ ഒരു റേറ്റിൽ ചെയ്തു തരാം എന്നുള്ള രീതി സംസാരിക്കും. അതിനുശേഷം ആ, അവരുടെ നെ- ഇത്ര ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ 15K പറഞ്ഞ അതെങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഡിവൈഡ് ചെയ്തിട്ട് മനസ്സിലായോ? ഇപ്പം പോസ്റ്ററിന് ഇത്ര, അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ ഇത്ര, ആ അല്ലെങ്കിൽ SEO, ആ പിന്നെ മാനേജ്മെന്റ്, ഓ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ആ അതായത് ഇപ്പൊ അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പൊ നമ്മൾ പറയോ? അതായത് നമ്മളും നിലവിലെല്ലാം ഫ്രീലാൻസ് ആയിട്ടുണ്ട്. നമുക്കൊരു എങ്ങനെ പോയാലും നമുക്ക് ഡിസൈനേഴ്സിന് ഒരു എമൗണ്ട് നമ്മൾ മന്ത്ലി കൊടുക്കും റെഗുലർ വർക്ക് ഉള്ളതുകൊണ്ട്. ഓക്കെ അപ്പൊ ആ ഓക്കെ എമൗണ്ടിൽ തന്നെ ആയിരിക്കും നമ്മളും അവരുടെ നിന്ന് വർക്ക് എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വർക്ക് കുറഞ്ഞതുകൊണ്ട് നമ്മുടെ ഡിസൈൻ ബാക്കിയുള്ള പ്രൈസ് കുറയ്ക്കാൻ നിൽക്കില്ല. നമ്മൾ നല്ല കണ്ടന്റ് ചിലപ്പോൾ ഇപ്പൊ ഒരു 15-20 രൂപയുടെ വർക്കൊക്കെ ആണെങ്കിൽ അവർ ഒരു മാസത്തേക്ക് നമ്മൾ ഒരു 15-20 കണ്ടന്റ് പോകുന്നുണ്ടെങ്കിൽ ഒരു 12K എന്നൊക്കെ പറയുമ്പോൾ ഈ 15 കണ്ടന്റ് നമ്മൾ ചവിട്ടും. നിലവിൽ 10 കണ്ടന്റ് ഓക്കെ ഒക്കെ ആകും. ഓക്കെ, ഓക്കെ. 10 അല്ലെങ്കിൽ 10 12K. പോസ്റ്റർ 10 പോസ്റ്റർ ആണോ ആ ആ ഉദ്ദേശിക്കുന്നത്? ആ 10 പോസ്റ്ററിൽ ചിലപ്പോ 7 ചിലപ്പോ ഒരു 5 പോസ്റ്റർ 5 വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യും. അത് അവരോട് നമ്മൾ പറയും. വീഡിയോയും പോസ്റ്റും തമ്മിൽ നല്ലൊരു പിന്നെ വ്യത്യാസം ഉണ്ടാവൂല്ലോ അതേ ചെയ്തെടുക്കുന്നതിൽ. അതെ അതെ അതെ. അപ്പൊ പോസ്റ്റർ ചെയ്തെടുക്കുന്ന ഇപ്പൊ പോസ്റ്ററിന് ഇപ്പം ഒരു പോസ്റ്റർ ഒരു 500 ആണ് ഫിക്സ് ചെയ്തേക്കുന്നെങ്കിൽ വീഡിയോ എടുത്ത് നമ്മളത് എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ഒരു 3000 ആവും എങ്ങനെ പോയാലും. ആ 3000 2000 3000 എങ്ങനെ പോയാലും അതിന്റെ ഒരു ബഡ്ജറ്റ് വരും. അല്ല നമ്മളിപ്പോ ആ സാധാ നോർമൽ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാല് വീഡിയോ പ്രൊഡക്ഷൻ ആ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വീഡിയോ പ്രൊഡക്ഷന്റെ കൂടി പൈസ എക്സ്ട്രാ ആഡ് ചെയ്ത് പറയും. അതെല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ ക്ലയന്റിന്റെ ടീമിൽ നിന്ന് അയച്ചിരുന്ന വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് റീലാക്കി എഡിറ്റ് പോസ്റ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മളെ എഡിറ്റിംഗ് ഓക്കെ മാത്രമേ ഓക്കെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ നോർമൽ റേറ്റിൽ തന്നെ ചെയ്തു പോകും. അതല്ല പ്രൊഫഷണലി വീഡിയോ ഓക്കെ എഡിറ്റിംഗ് പ്രൊഡക്ഷൻ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിൽ പൈസ കൂടെ ഇത്ര രൂപ എക്സ്ട്രാ വരും എന്നുള്ളത് സംസാരിക്കും. അപ്പൊ അവർ ആ ഓക്കെ പൈസ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഷൂട്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെയാ പോകുന്നത്. ഓക്കെ പിന്നെ അങ്ങനെ ആഡ്സ് റൺ ചെയ്യണമെങ്കിൽ അഡീഷണൽ എമൗണ്ട് ആ അതെ വാങ്ങിക്കണം അല്ലെ? അതെ ആഡ്സ് നമ്മൾ പറയുന്ന പ്രൈസിൽ ഒരിക്കലും നമ്മൾ ആഡ് ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യാറില്ല. ആഡ് ഫണ്ട് എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ക്ലയന്റിൽ നിന്ന് വാങ്ങും. നമ്മൾ പൈസ പറയണത് നമ്മുടെ മന്ത്ലി എമൗണ്ട് മാത്രമാണ്. നമ്മൾ പേജ് മാനേജ് ചെയ്യണതിനും നമ്മൾ വീഡിയോസ് ഇടുന്നതിനും പോസ്റ്റേഴ്സ് ഇടുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഓൺലൈൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള പൈസ നമ്മൾ മന്ത്ലി എമൗണ്ട് പറയും. പിന്നെ ആഡ് ഫണ്ട് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പറയും. പിന്നെ എന്താ ചിലവർ ആഡ് ഫണ്ട് ഇപ്പൊ ആഡ് ചെയ്തതിന് ഇത്ര രൂപ പെർസെന്റേജ് പറയും, കമ്മീഷൻ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആഡ് ഫണ്ട് മാത്രം വാങ്ങിക്കുക, അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അതിന് റിപ്പോർട്ട് അയച്ചു കൊടുക്കുക. അല്ലാതെ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങിക്കാറില്ല. മന്ത്ലി എമൗണ്ട് എത്രയാണോ അത് മാത്രം നമ്മൾ ഓക്കെ ചാർജ് ചെയ്യുള്ളൂ. ആ ഒരു ഓക്കെ പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യണേ. ബ്രോ പിന്നെ ഓക്കെ. എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ പാക്കേജ് ഏത് എത്രയെന്ന് പറയാ പറ്റുമോ? ഞാൻ കറന്റ് ഇപ്പൊ നമ്മള് പല ടോട്ടലി ടോട്ടൽ ഞാനിപ്പോ ലാസ്റ്റ് ഞാനിപ്പോ ക്ലയന്റ് പിച്ച് ചെയ്താണ് ഈ 25K ലാസ്റ്റ് വെച്ചാണ് ഒരു 25K. മീറ്റിംഗ്. ഓക്കെ 25K അതില് വീഡിയോ പ്രൊഡക്ഷൻ ഉൾപ്പെടെയാണ് ഞാൻ വെച്ചത്. ഓക്കെ.
അത് ഓക്കെ. അത് അത്യാവശ്യം വലിയൊരു ക്ലയന്റ് ആണ്. അവർ നിലവിൽ ഇതിലേക്ക് വലിയൊരു എമൗണ്ട് ചെയ്തു, പക്ഷെ അവർക്ക് അത്ര ഇതില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ വഴി വന്നപ്പോൾ നമ്മൾ ഇത്ര രൂപയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീറ്റിംഗ് ഈ ആഴ്ച നടന്നു. ലാസ്റ്റ് ഈ വീക്ക് ആയിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് 25K ഞാൻ പറയുന്നത്. ഇനി അതിലെന്തെങ്കിലും വേരിയേഷൻ വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 25K എത്ര വീഡിയോസ് ആണോ പോസ്റ്റേഴ്സ് ആണോ ആഡ് ചെയ്തിട്ടുണ്ടാവുക, അതിന്റെ കൗണ്ട് ഞാൻ കുറയ്ക്കും. അല്ല, അപ്പൊ ഇതിലിപ്പോ എന്തൊക്കെ ഇപ്പൊ ഈ 25K പ്രൊഡക്ഷനും പിന്നെ അതുപോലെ തന്നെ എത്ര പോസ്റ്റ് എത്ര പേജ് ഇതാണ് വരിക? മിനിമം 15 പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 15 പോസ്റ്റ്. ഓക്കെ. 15 പോസ്റ്റ്, അത് കൂടാതെ വീഡിയോസും കൂടി. വീഡിയോസ്, കണ്ടന്റ്, ഫുൾ പേജ് മാനേജ്മെന്റ്, സോഷ്യൽ മീഡിയ, ഓക്കെ. അല്ല സ്റ്റോറീസ് ഉൾപ്പെടെ. ഇത് മന്ത്ലി റിക്കറിംഗ് ആണ് അല്ലേ? മന്ത്ലി ആണ്. ആഡ് ഫണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ മന്ത്ലി നമ്മൾ വീഡിയോ പ്രൊഡക്റ്റ് ഇത് ചെയ്യോ? നമ്മള് മന്ത്ലി ഒരു മാസത്തേക്ക് വേണ്ടിട്ട് ക്ലയന്റ് വീഡിയോസ് അവരുടെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പ്രൊഡക്റ്റ് അവരുടെ പിന്നെ പ്രൊഡക്റ്റ് അവരുടെ പിന്നെ അടുത്തെന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും സ്റ്റാർട്ടിങ് എന്താ ചെയ്യാ, ഇപ്പൊ ഈ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് എത്രയാണ് ഇതിൽ മേടിക്കാൻ പറ്റുക? നമ്മളിപ്പോ ഈ 25 ചെയ്യുന്നവർ അത്യാവശ്യം വലിയൊരു ക്ലയന്റ്, അവരുടെ നോക്കിയാണ്, അവർക്കൊരു വലിയ ഇതില്ല എന്നുള്ളത് നമ്മൾ ആ പൈസ പറയും. പിന്നെ അതല്ല നോർമൽ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു 15 രൂപ പറയും. അപ്പൊ 15 രൂപ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വീഡിയോ കണ്ടന്റിൽ നമ്മൾ എണ്ണം കുറയ്ക്കും. ഇപ്പൊ ഈ ഒരു 10 ചെയ്യണോട് ഞാൻ ചിലപ്പോൾ 3 5 ഒക്കെ ചെയ്യാം 15 രൂപ എന്നൊക്കെ പറയുമ്പോൾ. കാരണം നമ്മുടെ ലോസ് വരാത്ത രീതിയിൽ ചിലപ്പോൾ ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഒരു കമ്പനിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ സംസാരിക്കുകയാണ്. ഞാനിപ്പോ ഒരു ഓണറാണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് 15,000 രൂപ മാസം തരികയാണ്. അപ്പോ എനിക്കിപ്പോ എന്ത് ചെയ്യണം, ഈ 15,000 നിങ്ങൾക്ക് തരൽ നിർബന്ധമാണ്. ഓക്കെ, അതവിടെ കൂട്ടി. പിന്നെ ഇതുപോലെ തന്നെ അപ്പോൾ ഇതിപ്പോ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഇപ്പൊ ഒരു സാധാരണ ചെറിയ കമ്പനി മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് 15 കൂട്ടി, അതാണ് ബജറ്റ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ മാർക്കറ്റിംഗ് ബജറ്റ് 15 ഉണ്ടാക്കി കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കണില്ല. ഞാൻ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല്, അപ്പൊ എനിക്ക് 6 മാസം കഴിയാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എത്ര രൂപ ആവും? 75,000 രൂപ ആവും. ഹലോ, 75,000 രൂപന്റെ പിന്നെ ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന് 70,000 എത്ര എക്സോ അല്ലെങ്കിൽ ആ പൈസയെങ്കിലും റണ്ണിന്ന് ഇത് കിട്ടണം. അപ്പൊ അതിന് സ്പാന് കൂട്ടാം. ഓക്കെ, സ്പാന് കൂട്ടാം. സ്പാന് ഒരു വർഷമാക്കി ആയിക്കോട്ടെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒരിക്കലും ഇവിടെ ഉള്ള ആൾക്കാർ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്താണ്, അവയർനെസ് കൊടുക്കേണ്ടത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്കും ഒരു മാസം കൊണ്ടോ 3 മാസം 2 മാസം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. 4 മാസം കൊണ്ട് അതിനേക്ക് ട്രാക്ക് ചെയ്തിട്ട് എത്താൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട. ആരും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഇഷ്യൂസ്. ഇപ്പം വലിയ പേരുദോഷം ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറേ പേരുദോഷങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രീലാൻസേഴ്സ് എങ്കിലും അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അശ്വൻ ബ്രോന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പറയണം. മീൻസ് ഇപ്പോൾ നമ്മൾ അവിടെ ആണല്ലോ ഫ്രീലാൻസിങ് തുടങ്ങുമ്പോൾ ഉള്ള കുറേ ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ ഇഷ്യൂ ഉള്ളത്. പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് ഇതിനുള്ള ഇഷ്യൂ, പിന്നെ അതുപോലെ തന്നെ ഇവരിന്ന് വരുന്ന ഇഷ്യൂ. ഇപ്പോൾ ഒരു ക്ലൈനാപ്പ് ഈ പറഞ്ഞൊരു സിനാരിയോ ഉണ്ടല്ലോ, 75,000 രൂപ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇത് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ അതിലിപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുക? അതില് എന്തെങ്കിലും പ്രതീക്ഷ കൂടുതൽ സെയിൽസ് വന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എന്ത് ക്യാമ്പയിൻ ആണ് നിങ്ങൾ ചെയ്യുക? അതിലിപ്പോ ആഡ് ഒന്നും ഇല്ല കേട്ടോ, ആഡ് ഇല്ല. പക്ഷെ പോസ്റ്റിംഗ് ഒന്നും മാത്രമാണ്, ആഡ് ക്യാമ്പയിൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ അല്ല നമ്മളിപ്പോ നിലവിൽ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഞാനിപ്പോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്ന ഒരു ക്ലയന്റിനോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഞാൻ ലാഭം ഉണ്ടാക്കി തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും, കാരണം അത് ഞാൻ ആദ്യമേ ഞാൻ പറയും. കാരണം ഇപ്പൊ ഞാനൊരു മാസം എന്റെ അടുത്ത് ക്ലയന്റ് പുതിയതായിട്ട് വന്നിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യണം എന്ന് ഞാൻ പറയാം. എന്റെ അടുത്ത് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയാം 1 മാസം കൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യണ്ട, കാശ് വെറുതെ പോകത്തുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഒരു പേജിന്റെ ഒരു അൽഗോരിതം, ഫേസ്ബുക്ക് ആയിട്ട് ഇൻസ്റ്റാഗ്രാം, നമുക്ക് ഒരു പേജ് ഒന്ന് റീച്ച് ആക്കല ഓർഗാനിക്കൽ സ്ട്രക്ചർ ആക്കി എടുക്കാൻ തന്നെ വേണം 3 to 6 മാസം മിനിമം, അല്ലെങ്കിൽ 1 to 3 മാസം. കാരണം കണ്ടിന്യൂസ് നമ്മൾ ആ ഒരു ഒട്ടും റീച്ചില്ലാത്ത പേജ് ഒന്ന് നല്ല രീതിയിൽ സ്ട്രക്ചർ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ 1 to 3 മിനിമം എങ്കിലും വേണം നമ്മൾ നോക്കണം. കാരണം എന്നിട്ട് വേണം പിന്നെ ക്യാമ്പയിൻ ചെയ്യണം. ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് സെയിൽ ക്യാമ്പയിൻ ചെയ്യാൻ ഞാൻ നിൽക്കില്ല. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഓരോന്ന് നമ്മൾ എന്താ പറയാ, റൺ ആൻഡ് എറർ എന്നല്ല പറയാ. അപ്പൊ അതുപോലെ നമ്മൾ പയ്യെ ഓരോന്നും നോക്കി ചെറിയ എമൗണ്ട് ചെയ്ത് നോക്കും. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത് വന്നേണെ, എങ്ങനെയാണ് ഏതൊക്കെ ക്യാമ്പയിലാണ് നമുക്ക് മൂവ്മെന്റ് തോന്നിയേക്കണേ, അതൊക്കെ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. അനലൈസ് ചെയ്ത് നമുക്ക് ഈ എല്ലാ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടുമല്ലോ,
ഏകദേശം ഒരു എങ്ങനെ ഈ ക്യാമറ ഏതായിരിക്കും നല്ലത്, കുറച്ചുകൂടി ബെറ്റർ, അങ്ങനെ നമ്മളൊരു സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഓരോ അങ്ങനെയാണെങ്കിൽ ഓരോ അല്ല, വിത്തൗട്ട് ആഡ്സ് പിന്നെ പേജ് റീച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ കേട്ടില്ല. വിത്തൗട്ട് ആഡ്സ് ചെയ്യാതെ പേജ് റീച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഒരു പോസ്റ്റർ ഇട്ടുകൊണ്ട് റീച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് അല്ലെങ്കിൽ വീഡിയോ പ്രൊമോഷൻ വീഡിയോ നമുക്കിപ്പോ ഇട്ടതുകൊണ്ട് ആഡ് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇന്ത്യയുടെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ നമുക്കിപ്പോ ആഡ് ചെയ്യാതെ അത്യാവശ്യം നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ റീച്ച് ആവാൻ ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്യുന്ന ചെറിയൊരു പാർട്ട് എന്താന്ന് വെച്ചാല്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് റീച്ച് ആകും എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഏത് ബിസിനസ് എന്റർടൈൻമെന്റ് അല്ല, ഇൻഫോർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി റീച്ച് ഓർഗാനിക്കലി കിട്ടും അല്ലെ? ഇൻഫോർടൈൻമെന്റ് വീഡിയോസ് ആവണം. ഓക്കെ, ഞാനിപ്പോ നമ്മള് ക്ലയന്റ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇപ്പൊ ക്ലയന്റ് ചെയ്തിട്ടുള്ളത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം. മേ ബി ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് മോഡൽ വീഡിയോസോ അല്ലെങ്കിൽ ആ കാണുന്ന ഒരാൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കുക, അതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണം എന്നുള്ള രീതിയിൽ തോന്നുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും ആഡിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാറ് ആ വീഡിയോന്റെ ഒരു പർപ്പസ് വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇപ്പൊ നിലവില് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അല്ല, റിയാസ് ബ്രോ ചോദിച്ചത് ഇത്രേ ഉള്ളൂ. എന്താ വെച്ചാല് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നുമില്ല. ഓർഗാനിക്കലി എന്ത് ചെയ്യാ, ഒരു പോസ്റ്റ് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട്, ആ ഓർഗാനിക്കലി എന്ത് ചെയ്യണം, അത്യാവശ്യം റീച്ച് കിട്ടുമെന്നാണ്. ഓർഗാനിക്കലി റീച്ചിങ്ങിൽ എത്തിപ്പെടാനേ പറ്റുമോ എന്നാ ചോദിക്കണം, ആഡ് ഇല്ലാതെ. ആ പേജിൽ ഒരു ആഡും ചെയ്യാതെ അതിനെന്ത് വെച്ചാൽ ദിവസം അല്ലെങ്കിൽ വീക്കിലി നല്ല കണ്ടന്റ് ഉള്ള പോസ്റ്റർ ഇടുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ആയിക്കോട്ടെ പറയാം. എനിക്ക് പ്രീവിയസ്ലി നമ്മുടെ ഇപ്പം സബീർ അലവി പറഞ്ഞ കണക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ പറയാൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ലിങ്ക്ഡിനിലൊക്കെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. ഞാനപ്പം പുള്ളിയെ എടുത്ത് ഡയറക്റ്റ് വിളിക്കുകയുണ്ടായി. അപ്പം പുള്ളിയുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഞാനിതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. നല്ല റിസൾട്ടാണ്. അലവി എടുത്ത് ചോദിച്ചാൽ മതി, ഞങ്ങളത് പിന്നീട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് ഈ പറയുന്ന കണക്ക് എന്താ പറയാ, ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി, കുറച്ച് ഡയറക്റ്റ് മെസ്സേജ് വന്നു തുടങ്ങി. അങ്ങനെ കുറെ നല്ലൊരു എന്താ പറയാ പ്രോഗ്രസ് ആണ് അതിൽ നിന്നുണ്ടായത്. ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. അത് B2B സെക്ടറിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ. അതിൽ നമ്മളെല്ലാരും ഓരോ പേജ് വെച്ച് തുടങ്ങണം. ഇപ്പം അക്കൗണ്ടും ഉണ്ട്, പേജും ഉണ്ട് ലിങ്ക്ഡിനില്, പിന്നെ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, നമ്മള് പേഴ്സണലി ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടും പിന്നെ നമ്മള് കമ്പനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് പേജും ആണ്. പിന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുമാണ്. എന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മീറ്റിംഗ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ നമ്മളെ ഇടയ്ക്കൊന്ന് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാനിപ്പം എനിക്കിപ്പം ഇതേ ഒരു അഡ്വൈസ് ആണെന്നോ ഇല്ലെങ്കിൽ ഇതേ ഒരു ഫീഡ്ബാക്ക് ആണെന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രോഗ്രസ് ഉണ്ടായത്. താങ്ക് യു. അപ്പൊ അതിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി നമ്മൾ അളക്കണം. എന്താ വെച്ചാല് ഞാൻ അതിലോട്ടാണ് എത്തിക്കപ്പെടുത്തുന്നത്. എന്താ വെച്ചാല് നിങ്ങളിപ്പോ ഒരു മീൻസ് ഒരു നല്ല കസ്റ്റമർ ബേസ് ഇല്ലാത്ത, ഒരു സാധനം ഇല്ലാത്ത ഒരു കമ്പനി, ആ കമ്പനീനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗാനിക്കലി റീച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെർത്ത് വാല്യൂ നമുക്ക് കൊടുക്കുന്നില്ല. അങ്ങനത്തെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഓർഗാനിക്കലി നമുക്ക് വളർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓഡിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റേ ഒരു ക്ലയന്റിനെ കിട്ടുമ്പോൾ ഒരു ഓഡിറ്റ് നടത്തുന്നേ ഇല്ല. ഈ ഓഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് കേട്ടിട്ടുണ്ടോ? ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റ് നടത്തണം. എന്തിൻ്റെയൊക്കെ ബേസിൽ ഓഡിറ്റ് നടത്തണം? അതിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു ഓഡിറ്റ്, അതിനൊക്കെ കുറേ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി ഒന്നില്ലെങ്കിലും മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഡിജിറ്റലി ആയിക്കോട്ടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സൈക്കോളജി, കസ്റ്റമർ ആരാണ്, ടാർഗറ്റിംഗ് ആരാണ്, അത് എവിടെ നിന്ന് വരണം. എന്താ വെച്ചാൽ ജങ്ക് വന്നിട്ട് ഒരു കാര്യമില്ല, ഒരു വെറുതെയാണ്. ജങ്ക് കൊണ്ട് ഒരു കാര്യം, ഒരു 10,000 ആൾക്കാർ കണ്ടിട്ട് ഒരാൾ മേടിക്കണ നേരം കൊണ്ട് 5 ആൾ കണ്ട് അതിൽ 3 ആൾ മേടിച്ചു. ഒരു ബിസിനസ് ഒരാൾ എന്നുള്ളതിലേക്ക് ഞാൻ 5 എണ്ണത്തിൽ 3 എണ്ണം പോയാൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഇതിന്റെ കൺട്രോളബിൾ എഫക്റ്റും ആണ്. അതുപോലെ തന്നെ ഇതെനിക്ക് എന്ത് ചെയ്യാം, ട്രാക്കും ചെയ്യാം. അത് എന്ത് ചെയ്യാം, അതിലൂടെ എനിക്ക് അടുത്ത പിന്നെ റെഫറൽസ് കിട്ടും. കുറഞ്ഞ സാധനം ആദ്യം നമ്മൾ കൺട്രോളബിലിറ്റി ചെയ്യണം. എന്താ വെച്ചാൽ മെയിൻലി ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞത്, ഇപ്പോൾ വലിയ ടീമുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. എന്ത് ചെയ്യും, വലിയ ടീമുകളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇപ്പോൾ വലിയൊരു എക്സാമ്പിൾ, ഒരു വലിയ സിനിമാ താരത്തെ വെച്ചിട്ട് ഒരു ആഡ് എടുക്കുകയാണ്.
അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ദിവസത്തെ ആ റീച്ച് ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഓർഡർ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. അപ്പൊ അത് നോക്കിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യല്, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് എടുക്കലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ സിനാരിയോസ് ഉണ്ട്. പക്ഷെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം ഈ ഫ്രീലാൻസിങ് ബേസിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ചെറിയ കമ്പനീസിൽ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുക. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ ഇത് ലോങ് റണ്ണിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ അശ്വിനോടാണ് എൻ്റെ ക്വസ്റ്റ്യന്. അശ്വിന് ഇത്രയും പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അതിൽ ഏത് പോർട്ട്ഫോളിയോയിലാണ് പിന്നെ ഏത് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്? അശ്വിനോടാണ്. കൂടുതൽ ആഡ് എനിക്ക് തോന്നുന്നു സോളാർ കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിസോർട്ട് ഡിപ്പാർട്ട്മെന്റും ചെയ്തിട്ടുണ്ട്. ഹലോ. ഓക്കെ ഞാൻ കേട്ടു. താങ്ക് യു. അപ്പൊ ഇതാണ് അറിയേണ്ടത്. അപ്പോൾ അശ്വിന് സത്യം പറഞ്ഞാൽ അശ്വിന് ഏറ്റവും കീ ആയിട്ട് ഈ 2 സാധനത്തിനും കൊണ്ടുവരാം. അതുപോലെ അശ്വിന് അപ്പോൾ സാധാരണ ഒരു ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ സാധാരണ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കടയോ ആയിട്ടുള്ള ഇപ്പോൾ ഡ്രസ് വെയറോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ട്, മീൻസ് എന്ന് വെച്ചാൽ വർക്ക് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. ബിസിനസ് പിന്നെ ഓരോ റീജിയൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ബ്രോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉള്ള ഏരിയയിലുള്ള നല്ല ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ബ്രോക്ക് അത്ര സുഖമായിട്ട്. ഇനിയിപ്പോൾ നമ്മളെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അശ്വിൻക്ക് ഞാൻ ഫോർവേഡ് ചെയ്യും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അശ്വിന് ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഏത് ഭാഗമാണ്, അത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് നമുക്ക് ഒരാളായി കഴിഞ്ഞാൽ അശ്വിൻക്ക് ഞാൻ സിമ്പിളായിട്ട് വർക്ക് കൊടുക്കും. നമുക്ക് വർക്ക് പല രീതിയിൽ വരൂലേ എന്ന് വെച്ചാൽ ഞാൻ വേറെ സ്ഥലത്താണ്, ഇപ്പോൾ വേറെ സ്ഥലത്താണ്. അപ്പോൾ അതുപോലെ തന്നെ കണക്ഷൻസും നെറ്റ്വർക്കൊക്കെ ഇതാണ്. പക്ഷേ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ അപ്പോൾ അതാണ് ഈ ഫ്രീലാൻസർ അവരെന്ത് ചെയ്യില്ല, അവരെ എക്സ്പെർട്ടൈസ് അവരെ കൂടുതൽ അവരെ എന്ത് ഇൻഡസ്ട്രീസ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യില്ല. ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 5 സാധനം ചെയ്തിട്ട് ഓക്കെ ഞാൻ നിർത്തി ഓക്കെ ഞാൻ ഇത് എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ഇതിൽ കയറുന്നവര് ഇങ്ങനെ രീതിയിൽ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് പോയിന്റ് ആഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പൊ അശ്വിൻ തന്നെയാണെങ്കിലും പല ബിസിനസ് ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഈ സോളാർ ഇത് മാത്രമല്ല, അശ്വിൻ നല്ലൊരു ക്ലയൻസ് വരുവാണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുവാണ്, എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാള് കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, പക്ഷേങ്കിൽ ആ ബിസിനസിനെ കുറിച്ചിട്ട് എവിടെയാണ് ക്ലയൻസ് എന്നും എങ്ങനെയാണ് ക്ലയൻസ് എന്നും എവിടെയൊക്കെയാണ് ആ ക്ലയൻസിന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് എന്നും കൃത്യമായിട്ട് ഈ പറയുന്ന ബിസിനസ് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. അവർക്ക് ഓൺലൈൻ ആയിട്ടുള്ള നോളജ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളെ സമീപിക്കുന്നത്. നമ്മളെ ആ ഓൺലൈനായിട്ട് എന്തൊക്കെ എവിടെയൊക്കെ പരിപാടികൾ ചെയ്യാം, പക്ഷെങ്കിൽ കൃത്യമായിട്ടുള്ള നോളജ് അത് ബിസിനസ്സുകാരൻ എന്തായാലും ഉണ്ടായിരിക്കണം. ബിസിനസ്സുകാരൻ ഇല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പഠിച്ച് തലകുത്തി എന്ന് വെച്ചാൽ നമ്മൾ പല സെക്ടറേഴ്സുകളുള്ള ഏരിയാസ് ഹാൻഡിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ചേഞ്ച് മാനേജ്മെന്റ് എന്ന ഒരു പരിപാടി ഉണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മളൊക്കെ പഠിക്കണം നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു പുതിയൊരു ക്ലയന്റിനെ കിട്ടുമ്പോൾ ക്ലയന്റ് നമ്മൾ പറഞ്ഞതിന് ഒറ്റയടിക്ക് എന്ത് ചെയ്യില്ല, അവർ സമ്മതിക്കൂല. അതിപ്പോ നമ്മൾ തന്നെ അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു കാലത്ത് ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഒരാൾ വന്ന് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എതിർക്കേ ചെയ്യുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോഴൊക്കെ നമ്മളൊന്ന് വിട്ട് നിന്നിട്ട് പിന്നെ അതിൽ റെഡി ആയതിനു ശേഷം മാറിയിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് മാറാനുള്ള അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഇത്ര കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇതൊന്നും ചെയ്തിട്ട് മാറണില്ല, ആറ്റിറ്റ്യൂഡ് മാറണില്ലാന്നുണ്ടെങ്കിൽ വർക്ക് തന്നെ ഒഴിവാക്കി പോകാനാണ് ഒരു എനിക്ക് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് കാര്യമില്ല. അങ്ങനത്തെ ക്ലൈൻസും കാര്യങ്ങളും ഉണ്ട്. ചിലവർ പേയ്മെന്റ് കൃത്യത്തിൽ തരുന്നില്ല, അവർക്ക് റിസൾട്ട് ഇല്ല എന്നുകൊണ്ട് അവർ നമ്മളിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലൈന്റിനെ പിന്നെ കൂടുതൽ കാലം വെച്ച് നിന്നാൽ എന്താ വെച്ചാൽ നമ്മളെ പോർട്ട്ഫോളിയോയിൽ അങ്ങോട്ട് വിളി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബാഡ് മാർക്ക് ഉണ്ട്. ഈ ബാഡ് മാർക്കോട് പ്രശ്നമില്ല. ബാഡ് മാർക്ക് കൊണ്ട് വെച്ചാൽ ഒരാൾ ഇപ്പോൾ നമുക്ക് 60 ക്ലൈന്റ് ഉണ്ടെങ്കിൽ അതിൽ പിന്നെ 35-ന്റെ മേലെ ക്ലൈന്റ് ബാഡ് മാർക്ക് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. പക്ഷെ അതുവരെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് റെഫറൽ വഴിയാണ് വർക്കുകൾ വരിക. അപ്പോൾ അതിൽ ഒരു വീഡിയോ 1 മില്യൺ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10K ഒരു 4K ആയി കഴിഞ്ഞാൽ, 40K ഒക്കെ ആയി കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്ക് പിന്നെ വേറെ ഉള്ളിടത്ത് നോക്കാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നോക്കുന്നത് ഒരു പോർട്ട്ഫോളിയോ നോക്കിയാൽ തന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ബിസിനസ്സിൽ കൂടുതൽ അനലൈസ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. കൂടുതൽ ആൾക്കാരും ചെയ്യാത്തവരാണ്. പിന്നെ ആദ്യം വന്ന ആൾക്കാരുണ്ട്, പിന്നെ കൂടുതൽ കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിൾ വലിയ ടീംസിനൊക്കെ കുറേ പാരലലി 5 ടീംസിനൊക്കെയാണ് ഒറ്റയടിക്ക് വർക്ക് കൊടുക്കുക.
എന്നിട്ട് അതിന് ക്രിയേറ്റീവ് ഓക്കെ. ആയിട്ടുള്ള മാനേജേഴ്സിന്ന് വരുന്ന മാത്രം എന്ത് ചെയ്യും സെലക്റ്റീവ് ആയിട്ട് ഇടുകയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംമാതിരി കമ്പനീസ് ഉണ്ട്. പിന്നെ അപ്പൊ ഓക്കെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഇതിലിപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് വെച്ചാല് ഇൻഡസ്ട്രി സ്പെസിഫൈ ചെയ്യാൻ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ വർക്കിംഗ് കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കൂടുതൽ സുഖമാണ്. അപ്പോ നമുക്ക് അതെ 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 എല്ലാ ഏരിയയും നമുക്ക് പറ്റില്ല. ഇപ്പൊ ഒരു അതെ അതെ ക്രിയേറ്റീവ് ശരി ആണെങ്കിൽ തന്നെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരു ക്രിയേറ്റീവിന്റെ പിന്നെ നമുക്ക് ചിലത് ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കേണ്ടി വരും. ചില ഏരിയാസ് ഇപ്പൊ ഒരു അതെ സാസ് അതെ ബിസിനസിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവര് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവരെ കസ്റ്റമർ അപ്പോ ടെക്നിക്കൽ കീവേഡ്സ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആ ഒരു അപ്പൊ നമ്മൾ അതിനൊക്കെ എന്തായിരിക്കണം. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവര് ചിലപ്പോ അതെ അതെ ഇപ്പൊ ഞാൻ ആരെങ്കിലും പിന്നെ ഇതില് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഏതായിരുന്നു മറ്റേ ഇന്ത്യ മാർട്ടിൽ ലിസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് അതില്. ഇന്ത്യ മാർട്ട് ചെയ്തിട്ടില്ല. ഓലക്സ് ക്യുക്കർ എന്റെ ഒരു ക്യുക്കറാണോ ജസ്റ്റൈലോ എല്ലാം നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഇന്ത്യ ഒരു മാർട്ട് ഫ്രണ്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവോ? ചെയ്തിട്ടുണ്ട് ഇന്ത്യ മാർട്ടിൽ. ഇന്ത്യ മാർട്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവോ? എങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല ഇന്ത്യ മാർട്ട്. ഇന്ത്യ മാർട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ മാർട്ടിന്റെ രീതിയിൽ ഹോൾസെയിൽ ബിസിനസ് മറ്റുള്ള ഇൻഡസ്ട്രീസിന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നതാണ് ഇന്ത്യ മാർട്ട്. അതിലൂടെ പേര് അതെന്ന് വെച്ചാൽ അതിൽ ലിസ്റ്റിംഗ് വന്നു കഴിഞ്ഞാല് അത് ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. നിങ്ങൾ പറയുന്നതല്ല, ഇൻഡസ്ട്രി ബേസ്ഡ് ലെവലില് അത് ഇന്ത്യ മാർട്ട് അത്യാവശ്യം കളി വരും. അതിലൂടെ ലിങ്കിൽ വരിക അല്ലെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലൂടെ ലീഡ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടേ, ഈ ഇന്ത്യ മാർട്ടിൽ ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രീമിയം പാക്കേജ് ഉണ്ട്. അതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 60,000 രൂപ ഇയർലി. 60,000 80,000 രൂപ എന്താണ് ഇയർലി. അത് ഒരു സെക്ടർ വൈസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത്രയും എക്സ്പെൻസ് ഉണ്ട്. അത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്തായാലും. അത് മാനുഫാക്ചേഴ്സ് ആണ് അതില് വലിയ മാനുഫാക്ചേഴ്സ് ടീം ആണെങ്കിൽ കിട്ടും. ചില ബൾക്കാണ് അതിൽ വരിക. ഹലോ, അതില് ഒരാള് ചെയ്യണല്ല, ബൾക്കാണ് വരിക. ബൾക്ക് പ്രൊഡക്ഷൻ. അപ്പൊ അത്രയും നല്ല പാക്കേജും നല്ലതുള്ള ആൾക്കാരല്ലേ വരുള്ളൂ. എന്നുവെച്ചാല് ഒരു പീസ് അതിൽ പോവില്ല. അതില് പറയണത് മിനിമം 10. കറക്റ്റ് നമ്മൾ എന്താണ് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന ആ സെയിം പരിപാടിയാണ് അതില് കിട്ടുന്നത്. ആ ഒരു എഫക്റ്റ് ആണ് അതിൽ കിട്ടുന്നത്. എന്താ വെച്ചാല് ആവശ്യക്കാരാണ് നമ്മളത്തിലേക്ക് വരിക. ലെവലിലുള്ള രീതിയാണ്. അപ്പൊ അതെല്ലാം അറിഞ്ഞിരിക്കണം നല്ലതാണ്. അപ്പൊ വേറെ കുറേ ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി ഞാൻ പറയണ്ട, അത് ഞാൻ ടൈമിൽ പറയാം. ഇപ്പൊ ബ്രോ ആർക്കായിരുന്നു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നത്? പിന്നെ ഫ്ലാറ്റിന്റെ എന്തോ ഒരു ഇത് ചെയ്യണമെന്നാണ് ലിങ്ക്ഡിനിലൊക്കെ അതിലൊരു പുതിയ അടിപൊളി പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലാറ്റ് അല്ല ബ്രോ, വില്ലേഴ്സ് ആണ്, ലക്ഷറി വില്ലേഴ്സ് ആണ്. അതാണ് പിന്നെ അശ്വിന് പിന്നെ കോൺടാക്ട് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു കോൺടാക്ട് ചെയ്യാം. പിന്നെ അശ്വിൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്യണേ ഞാൻ അതിനുള്ള സ്ട്രാറ്റജീസ് നമുക്ക് എല്ലാ ബ്രോ. അതെന്താ സംഭവം എന്ന് വെച്ചാലേ ബ്രോനെ വിളിക്കാന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ നമ്മുടെ ക്ലയന്റ് പറഞ്ഞു ഒന്ന് ഡിലേ ആക്കി വെക്കാൻ പറഞ്ഞു. ഓക്കെ, അത് മതി. ഡിലേ ആക്കിയിട്ട് സ്റ്റാറ്റസ് പറഞ്ഞാൽ മതി, നമുക്ക് സന്തോഷമുള്ളൂ. അല്ല ബ്രോ, കാരണം ബ്രോക്ക് വിളിക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു ഇത് കിട്ടാതെ പിന്നെ ബ്രോനെ വിളിച്ച് ശല്യമാണെങ്കിൽ അർത്ഥമില്ലല്ലോ. ഞാനൊരു നല്ലൊരു പ്ലാറ്റ്ഫോം പറഞ്ഞുതരാം. ഇതൊക്കെ ഉള്ളിക്കൂടി സിഒ ഗ്രൂപ്പുകളും കാര്യത്തിലൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്നതാണ്. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രം ഇതിന്റെ ലീഡ്സ് മാത്രം വരണ ഫ്ലാറ്റ് മേടിക്കണ ഫ്ലാറ്റിന്റെ മാത്രം മാർക്കറ്റ് പ്ലേസ്. വില്ലാസ് കിട്ടും. വില്ലാസ് ഒക്കെ പറ്റും. എന്താ വെച്ചാല് ഫ്ലാറ്റിന്റെ ഒപ്പം വില്ലാസ് അതിൽ പോവല്ലോ, അതിനെ കൊടുക്കാലോ, നോക്കാലോ. ഉണ്ട്. പക്ഷെ അതുമാതിരി തന്നെ ഇങ്ങനെ വരണം. അപ്പൊ അതാണ് ഇപ്പൊ അവന് പറഞ്ഞു റിയാസ് ബ്രോ. അതേമാതിരി അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസുകളും കാര്യങ്ങളും ഉണ്ട്. അല്ല ബ്രോ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതാ അത് എന്താണ് പ്രോപെഫെക്സാ അങ്ങനെ എന്തോ സാധനമാണ്. നോ ബ്രോക്കറും അതേപോലല്ലേ? നോ ബ്രോക്കർ പറ്റും. നോ ബ്രോക്കർ പക്ഷെ അതിൽ കൂടുതലും റെന്റൽ അല്ലേ, അത് ബൈയിങ് ഉണ്ട് അതില്. ഇത് വില്ലാസ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വില്ലാസ് ഓണർഷിപ്പ് ചേഞ്ചിങ് ആണോ അതോ ഇതാണോ? ഓണർഷിപ്പ് ആണ്. അപ്പൊ ഓണർഷിപ്പ് ആണ്. അപ്പൊ അത് അന്നായിക്കോട്ടെ. അപ്പൊ കേലിയോ മറ്റേ കേരളക്കാരുടെ ആപ്പ് ഉണ്ട്, അത് അറിയോ? എഞ്ചിനീയേഴ്സിന്റെ ആപ്പ് കിലിയോ എന്താണ് കോളോ കാലോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇതാണ് റേറ്റ് കയറി ഐഡിയാസ് തന്നു. ഞാനേ ഈ അടുത്ത ഒരു മീറ്റിംഗിന് വേണ്ടി ക്ലയന്റ് മീറ്റിംഗിന്
അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ എനിക്ക് വർക്ക് ചെയ്യുന്നത് കോളോ എന്നുള്ള ആപ്പിൽ കൂടെയാണ്, അതാണ് ഇപ്പൊ അതിന് മന്ത്ലി ഇത്ര രൂപ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ സാധനം എന്താ എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അതാണ് മറ്റേ തേ അടിച്ചുവിട്ട്. അത് കഴിഞ്ഞ് പുള്ളിയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ ഗൂഗിളിൽ പോകുമ്പോൾ സെർച്ച് ചെയ്ത് എന്താ സംഭവം എന്ന് അറിയാനുണ്ട്. അപ്പോഴാണ് മനസ്സിലായേ ഇതാണ് ഐറ്റം. പുള്ളിയോട് ഞാൻ മാർക്കറ്റ് ചെയ്ത് അത് ചെയ്തുതരാം ഇത് ചെയ്താ എവിടെ ഒരു കിണ്ടി എനിക്ക് അറിയാൻ പാടില്ല. അന്നാലും അടിച്ചുവിടും. പേര് വെറുതെ ഇങ്ങനെ പേരുകളൊക്കെ പറയാൻ പഠിക്കണം. ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും പേരുകൾ പറയാനും. ബാക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നറിയാം. അല്ലാന്ന് അല്ല ഞാൻ പുള്ളി പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ കോളോ വഴിയാണ് വർക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കോളോ എനിക്ക് അറിയാം, ഞാൻ എന്റെ ക്ലയന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ക്ലയന്റ് എവിടെ ചെയ്ത്? ഞാൻ പറഞ്ഞു അത് മാർക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. ആണോ ഓക്കെ, നീ ഒന്ന് മാർക്കറ്റ് ചെയ്ത് തന്നെ പിന്നെന്താ. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. താഴത്ത് പോയിട്ട് കോളോ എന്താന്ന് അടിച്ചു കൊടുത്താൽ ആദ്യം. കാലിയോലാണോ? കാലിയോല് അഡ്വർടൈസിങ് ഇന്റീരിയറും പിന്നെ ബിൽഡിങ്ങോ ആ രണ്ടും എനിക്കൊന്ന് നോർത്ത് കേരള അത് കൂടുതൽ ബ്രോ. എനിക്ക് മറ്റേ ആ വില്ലയുടെ കേസ് പറഞ്ഞില്ല, അതൊന്ന് അയച്ചതിനോടെ ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചോളാം ബ്രോനെ. അല്ല അതൊക്കെ പൈസ ഉള്ള പരിപാടിയാണ്. നമ്മള് ഫ്രീ ഒക്കെ നിർത്തി വെച്ചിക്കണേ. 1-to-1 പേഴ്സണൽ കോൾ ആണത്. ബ്രോ ഇങ്ങനെ ബിസിനസ് പറയല്ലേ, എല്ലാരും ചോദിച്ചോട്ടെ. അതല്ല നമ്മള് നോക്കുന്നത് എന്താണ്, ഗ്രോത്ത് കൺസൾട്ടിങ്, അതുപോലെ തന്നെ അതാണ് സ്ട്രാറ്റജി ബിൽഡർ എന്നുള്ള രീതിയിലാണ് എന്റെ ഇത് നോക്കുന്നത്. മീൻസ് ഞാനിത് ഫ്രീ ആയിട്ട് പറഞ്ഞു, പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാല് ലോങ് ടേമിൽ നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിത് കാര്യങ്ങൾ ഷെയർ ചെയ്യാതൊക്കെ വളരില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ വർക്ക് വരുമ്പോ നമ്മളൊന്ന് ഗ്രോത്ത് കൺസൾട്ടന്റ് ഒക്കെ ആയിട്ട് ഒന്ന് പരിഗണിച്ചാൽ അത്രയും നല്ലതായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബ്രോ ഈ ഗ്രോത്ത് കൺസൾട്ടന്റ് ഉദ്ദേശം എന്തെങ്കിലും മനസ്സിലായില്ല. ഞങ്ങള് ഒരു സിസ്റ്റം തുടരുന്നില്ല, പക്ഷെ ബുദ്ധിപരമായ നീക്കങ്ങളായിരിക്കും. സിസ്റ്റം അതായത് എന്റെ ചിന്തകൾ മൊത്തം മനസ്സിലായിരിക്കും, എഴുതി വെക്കേണ്ട ആവശ്യമില്ലാതെ. വെച്ചാല് നമ്മള് ചെയ്യുന്നത് വെച്ചാല് നിങ്ങളത് സാധനം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് എവിടെ എത്തും, ഇതുകൊണ്ട് കാര്യമുണ്ടോ, എന്നിട്ട് പോണോ, ഇത് കുറെ നമ്മള് ഓൾറെഡി നമ്മൾ ചെയ്യല് ടെക്നോളജി നമ്മൾ ചെയ്തതാണ്. അപ്പൊ അത് നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഗ്രോത്ത് കൺസൾട്ടിങ് മറന്നു. നമുക്ക് എന്തെങ്കിലും തരണ്ടോ ബ്രോ? ആ ഫ്ലാറ്റിന്റെ പ്രൊജക്റ്റില് അങ്ങനെ ഒരു പേരിട്ട് മേടിച്ചോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഗ്രോത്ത് കൺസൾട്ടിങ് അല്ല, സെറ്റ് ആക്കാം. സെറ്റായി. ഇതാണ് ഇപ്പൊ റെഡിയായി, ഇപ്പൊ ഫിനാൻഷ്യൽ സെറ്റായി. എനിക്കറിയാം പുള്ളി നമുക്ക് ആദ്യം പുള്ളി 6 മാസം തന്നിട്ടുള്ളൂ, ബാക്കി അതിന്റെ ആലോചിക്കാന്ന് പറഞ്ഞേ. അപ്പൊ ഇത്രയും വലിയ പ്രോജക്റ്റ് ഒക്കെ ബ്രോനെ പോലെ എക്സ്പീരിയൻസ് ആളുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. എനിക്കുള്ള ഒരു ബെറ്റർ എന്താ അറിയോ, ഒരു ബെറ്റർ എന്താ വെച്ചാല് EY എന്നുള്ളത് കാണിക്കാൻ പറ്റും. അത് എന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. EY എന്നുള്ള കമ്പനി, ഇപ്പൊ എക്സാമ്പിൾ EY എന്നുള്ള കമ്പനി കൺസൾട്ടിങ് ആൻഡ് ഇത് ഓഡിറ്റിങ്ങിന്റെ കമ്പനിയാണ്, ബിഗ് 4 ആണ്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ്. അപ്പൊ എനിക്ക് അതൊരു പേരാണ്, മനസ്സിലായില്ലേ? അപ്പോ ആൾക്കാരോട് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺവിൻസ്ഡ് അതത് ഒറിജിനൽ സാധനമാണ്. EY അറിയുന്നവർക്ക് മനസ്സിലാവും, അറിയാത്തവർക്ക് അത് അറിയില്ല, അറിയണവർക്ക് മനസ്സിലാവും ഇത് പവർ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അതുപോലെ പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ക്ലയന്റുമായിട്ട് കണ്ട് നമ്മള് വാക്കുകൾ പറയുന്നതല്ലല്ലോ, നമ്മളത് എഗ്രിമെന്റിലോട്ട് ആക്കുന്നതിലാണല്ലോ അതിന്റെ ഒരു കാര്യം ഇരിക്കുന്നത്. അപ്പൊ എഗ്രിമെന്റ് അതെങ്ങനെ ചെയ്യാറുണ്ടോ, എഴുതാറുണ്ടോ അത് എഗ്രിമെന്റ് ആയിട്ട്? ബ്രോ എഗ്രിമെന്റ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു ക്ലയന്റിന്റെ എഗ്രിമെന്റ് ഒക്കെ വെച്ച് സബ് വർക്ക് എടുത്തത്. പുള്ളി വലിയതായിട്ട് പറഞ്ഞത് എഗ്രിമെന്റ് വെക്കണം, മറ്റേ അങ്ങനെ തേങ്ങ വെക്കണം എന്ന് പറഞ്ഞു. ആകെ 10K വർക്കിന് പൈസ ഉള്ളൂ. ഞാൻ എന്തിനാട്ടെ വർക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഒക്കെ വെച്ച് അത് കഴിഞ്ഞ് പുള്ളി ആദ്യം 30% തന്ന്. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് A to Z നമ്മളത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തു, ഗൂഗിൾ മൈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ട് തുടങ്ങി. ഒരു മാസം കഴിഞ്ഞു, എഗ്രിമെന്റ് പ്രകാരം പൈസ കിട്ടാൻ ഡേറ്റ് ആയി. ഞാൻ ബാക്കി പൈസ കിട്ടിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു സബ് വർക്ക് എടുത്ത ആൾക്ക്, സബ് വർക്ക് തന്ന ആൾക്ക് മെയിൻ ക്ലയന്റ് ഫണ്ട് കൊടുത്തക്കളാം. അവസാനം എഗ്രിമെന്റ് കഴിഞ്ഞ് ഡേറ്റും കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞു.
അപ്പോൾ ഫണ്ട് എനിക്ക് കിട്ടിയില്ല. അവസാനം എനിക്ക് ആള് തെറി പറയേണ്ടി വന്നു. അവസാനം എഗ്രിമെന്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി എഗ്രിമെന്റ് ഒന്നും ഒരു കാര്യമില്ലാന്ന്. അഗ്രിമെന്റ് ഒരു കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് പിന്നെ വലിയ വർക്ക് കാര്യമില്ല. വരുമ്പോ ഒരു പേരിന് കൊടുക്കണതാണ്, ഒരു പോർഷനാണ് അത്, അത്രേ ഉള്ളൂ. ഒരു അല്ല ഞാൻ പേരിന്. അത്ര അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടൂല. അല്ല ഞാൻ ഈ എഗ്രിമെന്റ് വലിയ വലിയ വർക്ക്, ഇപ്പോ 1 കോടി 2 കോടി ടേൺ ഓവർ ഉള്ള ബിസിനസ്, അതിനൊക്കെ ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു 10 ലക്ഷം രൂപയായിരിക്കും സ്പെൻഡ് ആക്കുന്ന അങ്ങനെ ഒരു പരിപാടി. മനസ്സിലായോ? 1 അത് ശരിയാണ്. ഇയറിലോട്ട്. പക്ഷേ ഹലോ, അതിനൊക്കെ കളക്റ്റീവായിട്ട് നമ്മൾ നിൽക്കണം. ഫ്രീലാൻസറിന് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കളക്റ്റീവായിട്ട് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഫ്രീലാൻസിങ് ഇതിൽ എന്ത് ചെയ്യണം, ഒരു വക്കീലും കൂടി വേണം എങ്ങനെയാണെങ്കിൽ. എന്നാലേ അപ്പൊ അത് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള നഷ്ടം നമ്മൾ വേറെ കൊടുക്കണം. അത് ശരിയാ. നമ്മളിപ്പോഴേ ചെറിയ രീതിയിൽ നമ്മൾ ഇത് തുടങ്ങി വെച്ചാൽ മതി. നമുക്ക് ബിഗ് ക്ലയൻസിന് നമ്മൾ എന്തായാലും പരിപാടി സെറ്റ് ചെയ്യണം, പരിപാടി കിട്ടണം, ബിഗ് ക്ലയൻസിനെ കിട്ടും. അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതാണ് അശ്വിൻ നമ്മൾ റിയാസ് ബ്രോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റുകൾ നമുക്ക് തന്നെ, നമ്മളെ ഈ കൊച്ചി ഫ്രീലാൻസിങ്ങിന് ടെംപ്ലേറ്റുകൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കണം. ഓരോ വർക്ക് വരുമ്പോൾ വർക്കിന് എങ്ങനെ കൊടുക്കണം, എങ്ങനെ ആയിരിക്കണം, ഇത് ഇതാക്കണം എന്നുള്ളത് നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, ഒരു ടെംപ്ലേറ്റ് നമ്മൾ വെക്കണം. മനസ്സിലായ? അത് നമുക്ക് കുറെ ഉപകാരമാണ്. വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഓരോ SLA, സർവീസ് ലെവൽ അഗ്രിമെന്റ്, SLA ഇട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ SOP ഇട്ടിട്ടുണ്ടോ? SOP ആയിട്ടുണ്ട്. SOP നമുക്ക് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്ത് ടെംപ്ലേറ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മളെ പേരിൽ ചെയ്ത് വെച്ചിട്ട് ഷെയറബിൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് കൊടുക്കുക. അതൊക്കെ ഉപകാരമാണ്. അങ്ങനെ രീതിയിൽ പിച്ച് ചെയ്തിട്ട് തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഫഷണലിസം വരും. ഇന്നത്തെ ടോപ്പിക് ഇപ്പൊ എന്താ? മെയിൽ വഴി അയച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇത് ചെയ്തിട്ട്. മെയിൽ വഴി അയച്ചു കൊടുക്കുക, അത് തന്നെയാണ്. എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ കൂടെ വാങ്ങിക്കുവാണെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആയി. നമ്മള് ടെംപ്ലേറ്റ് അയച്ചു കൊടുത്തിട്ട് കൺഫർമേഷൻ വാങ്ങിക്കുവാണെങ്കിൽ. ഇന്നത്തെ വിഷയം ഇതിട്ട് തന്നെയാണ്. ഇന്നത്തെ വിഷയം ഞാൻ ഇട്ടിട്ടുണ്ടായല്ലോ, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായല്ലോ. വിഷയം എന്ന് വെച്ചാല് പിന്നെ എങ്ങനെ പിച്ച് ചെയ്യാം, വർക്ക് പിച്ച് ചെയ്യാം ഫ്രീലാൻസ് ആയിട്ട്. വർക്ക് പിച്ച് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ക്ലയന്റുമായിട്ട് എങ്ങനെ നല്ല എമൗണ്ടിൽ കോട്ട് ചെയ്യാം. നമ്മള് ക്ലയന്റ് എപ്പോഴും നമ്മളെ എത്രത്തോളം ഞാനൊരു ക്ലയന്റ് ആണ്. എനിക്കിപ്പോ ഒരു കറന്റ് സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ ഒരു വലിയ മറ്റേ അല്ലല്ല ഓട്ടോമൊബൈലിലുള്ള പാർട്സ് സ്പെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായ? അപ്പൊ അത് ഹോൾസെയിലേഴ്സും അവർക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്പെയർ ആണ്. അപ്പൊ അത് പല രീതിയിലുണ്ട്. ലൂബ്രിക്കന്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്, അതുപോലെ തന്നെ പാർട്സ് ആയിട്ടുണ്ട്. അപ്പൊ 2 രീതിയിൽ വരും. മനസ്സിലായ? ലൂബ്രിക്കന്റിന്റെ വ്യാപ്തിയുണ്ട്, ഇൻഡസ്ട്രിയലൈസും മറ്റും. അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ്. അതിൽ എനിക്ക് ചെയ്യണം. നമുക്ക് ബജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബജറ്റ് കുറെ ഉണ്ട്, എത്രയുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ എത്ര പിടിക്കും? അതിൽ റിയാസിന് ഒരു സെക്ഷന്, അശ്വിന്, റിജോക്ക് ഉണ്ടെങ്കിൽ, സിലാസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ പിച്ച് ചെയ്യുന്നവര് നമുക്ക് നോക്കാം. അപ്പൊ എത്രയും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യക്ക് ഒരു ബജറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പിന്നെ 5 crore ബിസിനസ് ആണ്. 5 crore ടേൺ ഓവർ ഉള്ള ബിസിനസ് ആണ്. അതിന് നമ്മൾ ഒരു ടാസ്ക് ആണ്. എന്താ വെച്ചാല് എന്റെയൊക്കെ ഒരു ഓട്ടോമൊബൈൽ പ്രൊഡക്റ്റ് ഉണ്ട്. അതെന്ത്, ലൂബ്രിക്കൻസും ഉണ്ട്, അതുപോലെ തന്നെ പാർട്സും ഉണ്ട്, സ്പെയർ പാർട്സും ഉണ്ട്. മനസ്സിലായില്ലേ? ഓയിൽ മാതിരിയുള്ള ലൂബ്രിക്കൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിനൊപ്പമുള്ള എൻജിന്റെ ഉള്ളിലേക്കുള്ള കുറെ പാർട്സുകളാണ് ഉള്ളത്. ഈ സാധനത്തിന് ഇപ്പൊ ഞാൻ 5K പിന്നെ 5 crore ആണ് ഇപ്പോഴത്തെ എന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത്. ഇപ്പൊ ഇതിനെ ഞാൻ നിങ്ങൾക്ക് വർക്ക് തരാണ്. ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 15 ആണ്. 15 crores എത്തിക്കണം എന്നാണ് എന്റെ എക്സ്പെക്ടേഷൻ. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞത് എന്റെ എക്സ്പെക്ടേഷൻ 15 crores എത്തിക്കണം എന്നാണ് അടുത്തതിന്. ഓക്കെ, അതിന് ഞാൻ പിന്നെ ഒരു ബജറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. 15 crores അത് മാക്സിമം ആണ്. അത് എത്തിക്കോളണമെന്നൊന്നുമില്ല. അത് ഇടുമ്പോ അങ്ങനെ ഇടും. പക്ഷെ 15 crores ഉണ്ട് എത്തിക്കണം എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ ഇത്ര ബജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ഈ ഒരു കാര്യം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിന് റേറ്റ് ഇടുക, ഇതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റും? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, പഠിക്കണം, അതിന്റെ സാധ്യത എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഓഡിയൻസിനെ നമ്മൾ അത് മനസ്സിലാക്കണം. ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരും. എന്താണ് ക്വസ്റ്റ്യൻസ്? അതാണ് ഈ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഇതില്ല. അതാണ് ഒരാൾ പറഞ്ഞു ആയിക്കോട്ടെ, അതിലൂടെ അവിടെ നിർത്തി. നമ്മൾ ഒരു വർക്കിന് പോകുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യണം, ഇന്ന സാധനങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ ചോദിക്കൽ നിർബന്ധമാണ്. നമുക്ക് ഒരു തേങ്ങ അറിയില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മളെന്താ 2-3 വാക്കുകളുണ്ടല്ലോ, ഈ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് അഗ്രിമെന്റ് സർവീസ് അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ വലിയ ബൾക്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ടേൺ ഓവറിൽ മന്ത്ലി ARR ഇത്ര കിട്ടും, ROI ഇത്ര കിട്ടും. എന്താ ROI? ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ? റിയാസ് ബ്രോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം ചോദിക്കുക, ഇപ്പം എത്രയാണ് ഇയർലി ടേൺ ഓവർ നിങ്ങളുടെ ബിസിനസിന്റെ? ഇപ്പൊ കറന്റ് 5 crore ആണ്. 5 crore ആണ്. 5 crore ആണ്. അടുത്ത വർഷത്തേക്ക് എത്രയാണ് ടേൺ ഓവർ ഉദ്ദേശിക്കുന്നത്? 15 crore. 15 crore ആണ്. ഓക്കെ. ഈ 15 crore-ല് ഇപ്പൊ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മള് കണക്കാക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി കണക്കാക്കുന്ന വെച്ചാൽ 10% ആണ് എന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ടേൺ ഓവറിന്റെ 10% എന്ന് പറയുമ്പോ 1.5 crore. 1.5 crore. 1.5 crore. അതെ. ഇത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റണം. ഇത് നിങ്ങൾക്ക് ടേൺ ഓവർ എന്നാ ഊഹിക്കാൻ പറ്റണം. അതാണ് ഫസ്റ്റത്തെ കളി. അപ്പൊ ഞാൻ പറയാണ് 1.5 crore ആണ് എന്റെ ഇയർലി എന്റെ ഇയർ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറയാണ്, ഞങ്ങൾ 10% അല്ല, ഞങ്ങളെ CA പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഇതില് പിന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നേരെ കസ്റ്റമറിനല്ല, D2C അല്ല ചെയ്യുന്നത്, B2B ആണ് മെയിൻലി. പിന്നെ ഇടയ്ക്ക് D2Cs വലിയ വർക്കുകൾ ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ. വലിയ വർക്കുകൾ ഉണ്ടെങ്കിൽ എടുക്കും. നമ്മൾ അതുപോലെ തന്നെ വലിയ കരാറുകളുണ്ടല്ല, ഗവൺമെന്റിന്റെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഇവന്റുകൾ വരുമല്ലോ. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങള് പിന്നെ ഈ റേസിംഗ് ഇവന്റുകൾ വരും. അപ്പോൾ നമുക്ക് ആവശ്യം, അതൊക്കെ ഞാൻ ഒരു ക്ലൂ വരെയാണ്, നിങ്ങൾ ഇതൊന്നും ഉദ്ദേശിക്കാത്തതാണ്. അപ്പൊ നമ്മളതാണ് ഗ്രോത്ത്. B2B മാത്രമല്ല, B2C വരും. ഇവന്റുകളൊന്നും ഒരാളും ചിന്തിക്കൂല. എന്തിനും ഇവന്റ് ഉണ്ട്. ഇവന്റിനെ കുറിച്ച് ഇവന്റ് എക്സ്പോനെ കുറിച്ചിട്ട് ഒരാളും ചിന്തിക്കൂല. എക്സ്പോ ഇവന്റ് എന്ന് പറഞ്ഞ സാധനം പ്രീമിയം ടീമുകൾ ചെയ്യുന്നതാണ്. അത് ചെയ്യണം, അത് പറഞ്ഞു കൊടുക്കുക വേണം. അതൊരാൾക്കും അറിയില്ല. അഡ്വർടൈസ്മെന്റ് കുറച്ച് ഭാഗം എക്സ്പോസിന് കൊണ്ടുപോയി കൊടുക്കണം. അതൊരു ബന്ധമാണ്. അതിലൂടെ നമുക്ക് ഉണ്ടാക്കുന്ന കണക്ഷൻസ് വേറെയാണ്. എക്സ്പോസ് എന്തിനും എക്സ്പോസ് ഉണ്ട്, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഗ്രൂപ്പ്സിനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അത്ര ബിഗ് ബജറ്റ് വേണ്ട, നമുക്ക് മാർജിൻ കുറവാണ്. അതുകൊണ്ട് എന്റെ CA പറഞ്ഞിട്ടുള്ളത് മാക്സിമം 8% എത്തുള്ളൂ, മാക്സിമം 8% വരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. 8% വരെ പറ്റത്തുള്ളൂ. മാക്സിമം 8% വരെ ഞങ്ങൾക്ക് അനുവദിക്കുള്ളൂ. നമുക്ക് ബജറ്റ് അങ്ങനെയാണ്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഇവന്റ്സില് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. ഇവന്റ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ആവും. ഇപ്പൊ നോർമലി നമ്മളൊരു ഓഡിയൻസോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന പോലെയോ മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെയോ അല്ല നമ്മൾ ഇവന്റ്സിൽ നമ്മൾ സ്പോൺസേർഡ് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഹലോ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവന്റ് സ്പോൺസർ വേറെ തന്നെയാണ്, ഇതിൽ പറഞ്ഞിട്ടില്ല. ഒരു സാധാരണ ഇവന്റ് സ്പോൺസറിങ് വേറെ തന്നെ വരും. എന്താ വെച്ചാൽ അത് പിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവന്റിന്റെ ലാഭം വേറെ തന്നെ വരും. മനസ്സിലായ? അത് വേറെ ലാഭമാണ്. അത് ലാഭത്തിന്റെ കളിയല്ല, അത് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവര് ആ ഇവന്റ് സ്പോൺസർ ചെയ്യുന്നത്.
അതിന്റെ ലാഭം മീൻസ് ബ്രാൻഡിങ് ബ്രാൻഡിങ് അത്യാവശ്യം വരും, കുറെ കാര്യങ്ങൾ സിമ്പിൾ. നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി ആ ടീമിന്റെ പോസ്റ്റും ആ ടീമിന്റെ ഇതിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണ്. അതെ 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 അതൊന്നും അതെ ആൾക്കാരും അതൊന്നും ചിന്തിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് 1.5 ലക്ഷം റുപ്യ എടുത്താല് ഒരു പരിപാടിയിൽ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ 10 ലക്ഷം കൊടുത്താൽ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സാധനം എന്ത് ചെയ്യണം, അവർ ഓൾറെഡി മറ്റുള്ള എത്രയോ വ്യാപ്തിയിൽ ചിലപ്പോൾ എത്തും. പക്ഷെ അത് എന്ത് പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷമൊക്കെ എത്ര ആൾക്കാരുണ്ട്, എത്ര കിട്ടിയിട്ടുണ്ട്, എവിടേക്ക് എത്തി റീച്ച് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഓഡിയൻസ് അതെ അങ്ങനെയാണെങ്കിൽ അവരുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം അതിലുണ്ട്. അതിൽ ഒരു ചെയ്തിക്കണ് നമ്മളെ വെബ്സൈറ്റിലും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതെ ഇതിൽ കൂടെ വേറെ കണക്ഷൻസ് വേറെ ബിൽഡ് ആവുകയും ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യണം, ഇവന്റിന് പോകുമ്പോൾ ഇവന്റിന്റേതായ രീതിയിലുള്ള ബുദ്ധികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. മീൻസ് എവിടൊക്കെ അതെ അതെ പ്ലേസ് ചെയ്യാം, ശരി. എവിടൊക്കെ ഇവന്റിൽ കൊടുക്കാം, ഏത് പ്രൈസ് കൊടുക്കാം ചെറിയൊരു എന്നുള്ള. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ അടുത്ത് നടക്കുന്ന മറ്റേ CCL ഇതുണ്ടല്ലോ, ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഉം. മറ്റേ മഹീന്ദ്രയാണ് അതിന്റെ ഒരു സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ? അത് ടിക്കറ്റിൽ വരെ മഹീന്ദ്രയുടെ ഇതുണ്ട്. കണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ ഓരോ ഫ്ലെക്സിലും അവരുടെ പിന്നെ ലോഗോ ഉണ്ട്. അപ്പോ ഇത് ഇവന്റിന്റെ ആൾക്കാരാണ്, ഇതിന്റെ പണിക്കാരാണ് അതൊക്കെ നോക്കുക. മീൻസ് നമ്മള് കമ്പനീന്റെ ഒരു അതെ ആളും എന്ത് ചെയ്യണ്ട, അതിന് വർക്ക് ചെയ്യണ്ട, എഫേർട്ട് എടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരികയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ഒരു അതെ ചെറിയ അതെ അറിയാത്തൊരു സാധനത്തിനെ ഇങ്ങനെ ബൾക്ക് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു ഇവന്റിൽ കൊടുത്താലും മതി. അത്രേ ഉള്ളൂ. അതെ 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 മനസ്സിലായില്ലേ? ആ അതാണ് ഒറ്റ പൈസ ഇവന്റിന്റെ ബൾക്ക് എമൗണ്ട് എന്ത് സ്പോൺസർഷിപ്പ്. ചെയ്യാ, ബൾക്ക് എമൗണ്ട് ഇവന്റിൽ ചെലവഴിക്കാലും മതി. മീൻസ് ഓരോ സ്പ്ലിറ്റ് കൊടുക്കുന്നതിന് പകരം ബൾക്ക് എമൗണ്ട് കൊടുത്താലും മതി. പക്ഷെ അതൊക്കെ ഒരു അതെ അതെ സ്ട്രാറ്റജികൾ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ആണ് അത്. മനസ്സിലായില്ലേ? ഇങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ ആൾക്കാർ അറിയുമ്പോൾ ഇതൊന്നും ആരും ചിന്തിക്കൂല. എന്ത് ഡിജിറ്റലി ഇവന്റ്, എന്ത് മറ്റേതെന്ത്, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. എന്ത് എക്സ്പോ, ഇതൊക്കെ ഇങ്ങനത്തെ ചിന്തിക്കത്തില്ലെന്നല്ല, കാര്യം. അങ്ങോട്ട് പോകത്തില്ല. അങ്ങോട്ട് ആ ഒരു ചിന്തി- മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകത്തില്ല. ആ ഒരു അപ്പൊ മൈൻഡ് ഈ അങ്ങോട്ട് പറഞ്ഞൊരു പോകത്തില്ല. ഐഡിയ അതാണ്. എങ്ങനെയുണ്ട്? പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ 8% തരുള്ളൂ, മാക്സിമം നമുക്ക് 8 പറ്റുള്ളൂ. അതിൽ നമുക്കിപ്പോൾ കോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഓക്കെ നിങ്ങളെ മാത്രമൊന്നുമല്ല, ഇപ്പൊ 3 ആൾക്കാർ വെയിറ്റിംഗ് ആണ്, 2 ആൾക്കാർ വെയിറ്റിംഗ് ആണ്. റിജോ ഓക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഓക്കെ അശ്വിൻ ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഓക്കെ ഇതാണ് തന്നെ. ഇനി ബാക്കി നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻസ് ഉള്ളത്? വേഗം കഴിക്കണം. എന്താ അപ്പൊ അത് എന്താ ഓക്കെ. അറിയുള്ളത്? 8% എന്ന് പറയുമ്പോ കാൽക്കുലേറ്റർ എടുക്കണമല്ലോ. 8% എന്ന് പറയുമ്പോ ഇപ്പൊ 1.5 crore അല്ലേ? അപ്പൊ അതിൽ നിന്ന് 2% മൈനസ് ചെയ്യുമ്പം പെട്ടെന്ന് പറ. 1.2 ആ 1.2 1.2 വരും. ആ 1 2 crore. സംതിങ്. ഓക്കെ അതിനെ നമ്മൾ എന്ത് ഓക്കെ. ചെയ്യണം? 12 അറ്റാച്ച് കഴിഞ്ഞാല് 1.2 നിന്നിട്ട് അതിനെ 12 വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. 12 മാസം വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പം 12 കൂട്ടിക്കോ. 12 കൂട്ടുമ്പം ഒരു 10 10 ലക്ഷം ലക്ഷം രൂപ. റുപ്യ ഓക്കെ. ബ്രോസേ. 10 ലക്ഷം കണക്കപ്പോ ഒരു കുറച്ച് മാസം സ്പീഡ് ആക്കണം കേട്ടോ. മെന്റലി ഒരു കണക്കുകൾ മാസം കുറച്ചും കൂടി സ്പീഡ് ഓക്കെ ആക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അത് പതിയെ പറയുന്നത്. കണക്കാകുമ്പോ പതിയെ പറഞ്ഞ് പതിയെ ബോധ്യപ്പെട്ടാ മതി. അല്ല അത് മനസ്സിൽ കണക്കൂട്ടിയാൽ മതി. നമ്മൾ ടോട്ടൽ എമൗണ്ട് പറയില്ല. അപ്പൊ നമുക്കത് മനസ്സിലാവും ഇത് ഫിക്സ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളത്. അതെ അതെ അപ്പൊ അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 10 ലക്ഷം അല്ലേ? ഇത് ചില്ലറ ബജറ്റല്ലല്ലോ. ചില്ലറ ഐറ്റം എന്ന് പറയാൻ ഇത് ഇത്രയും സ്പ്രെഡ് ചെയ്യണ്ടേ? അതിന്റെ ഓഡിയൻസ് അത്രയും വൈഡ് ആയിരിക്കുമല്ലോ. നമ്മള് ചെറിയൊരു ഷോപ്പ് നമ്മള് അഡ്വർടൈസിങ് പ്രൊമോഷൻ ചെയ്യുന്ന പോലെ അല്ലായിരിക്കുമല്ലോ. ഇപ്പൊ ഒരു വലിയൊരു ആയിക്കോട്ടെ. ആ ഒരു സിനാരിയോയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഫ്രീലാൻസ് ഞാൻ പറയുന്നത് ഒരു കമ്പനിക്ക് അതെ കൊടുക്കാതെ ഫ്രീലാൻസിന് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് നമ്മൾ ഫ്രീലാൻസിങ്ങിന് ഇവിടെ വളരണം ഇതാക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിൽ കൊടുക്കുക, പ്രശ്നമില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ 10 ലക്ഷം രൂപ മന്ത്ലി നമുക്ക് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി കിട്ടും. അതില് 5 ലക്ഷം രൂപ ഔട്ട്ഡോർ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും. ഓക്കെ. പിന്നെ 5 ലക്ഷം രൂപ ഓൺലൈൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഈക്വൽ ആയിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യും. അപ്പോ ആദ്യം നമുക്ക് ആ 1 ഇയറിലോട്ടോ കോൺട്രാക്റ്റില് ആദ്യം നമുക്കൊരു 30% ഇനീഷ്യൽ ടൈമില് അഡ്വാൻസ് ആയിട്ട് കിട്ടണം. ഓക്കെ. പിന്നൊരു കയ്യടിയൊക്കെ
പിന്നൊരു അല്ല ഇതൊക്കെ പറയണം. ഇതൊന്നും ആൾക്കാർ പറയില്ല. അഡ്വാൻസിന്റെ കാര്യം പറയില്ല. അഡ്വാൻസിന്റെ കാര്യം പഠിക്കാത്തോണ്ട് ഞാൻ ചെയ്ത് പഠിച്ചതല്ലേ. ഞങ്ങൾ ഒരു വർക്ക് കിട്ടിയപ്പോ അഡ്വാൻസിന്റെ കാര്യം പറഞ്ഞില്ല. അവര് ലാസ്റ്റ് നോക്കാം, ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ ശേഷം പൈസ തരുള്ളൂ എന്നാ പറഞ്ഞത്. എന്റെ ഫസ്റ്റ് വർക്ക് അത് പുറത്തൊക്കെ ആയിരുന്നു. അപ്പൊ പെട്ട് എന്നുവെച്ചാൽ ആ വർക്ക് കംപ്ലീറ്റ് ആയില്ല. അതെ 3 months കവർ ചെയ്യാലോ. ഇപ്പം 30% എന്നൊക്കെ പറയുമ്പോ 3 months കവർ ചെയ്യാലോ. അപ്പൊ ഈ 3 months കഴിഞ്ഞിട്ട് അടുത്ത എമൗണ്ട് തന്നാ മതി. അപ്പൊ നമുക്ക് ഏകദേശം ഒരു പരിപാടി ബജറ്റിൽ ഇപ്പൊ ഇത് ടോട്ടൽ നല്ല ബജറ്റ് വരുന്നത് കൊണ്ട് ഒരു മാസത്തെ ബജറ്റ് നമുക്ക് ഇപ്പൊ തരാൻ പറ്റുള്ളൂ ഇപ്പത്തെ രീതിയിലാക്കുകയാണെങ്കിൽ. ഇപ്പൊ നമുക്ക് ഓൾറെഡി പിന്നെ എന്താ വെച്ചാൽ മാനുഫാക്ചറിനായിട്ടുള്ള മെയിൻ ഔട്ട്സോഴ്സിങ് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിലായതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ 10 പറ്റുള്ളൂ. 10-നനുസരിച്ച് പിന്നെ ബാക്കി എന്ത് ചെയ്യും, എങ്ങനെ ആയാലും കോൺട്രാക്ട്സ് കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്, അതാണ് നമ്മളെ കണ്ടീഷൻ. 10 അല്ല 15 വരെ പറ്റും. ഞങ്ങൾ ഫ്രീലാൻസിങ് ചെയ്യുന്നത് വെച്ചിട്ട് പോളിസി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം 30% ആണ് നമ്മൾ അഡ്വാൻസ് വാങ്ങിയത്. എന്താന്ന് വെച്ചാൽ 1 മാസം കൊണ്ട് നമുക്ക് ഒരു പരിപാടിയും ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ 3 months വേണം. അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ ചെയ്ത് മാറ്റാൻ വേണ്ടി 3 months ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഒരു ബ്രാൻഡ് എത്രത്തോളം നമുക്ക് റീച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊരു, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പൊ 1 മാസം കൊണ്ട് ഇപ്പം പറയുവാണ് ഇതൊന്നും ആയില്ലല്ലോ, ഞങ്ങളുടെ എവിടെയും റീച്ച് ആയില്ലല്ലോ എന്നുള്ള ഒരു കാര്യത്തിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, 3 months അഡ്വാൻസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ആ 3 months നമ്മൾ ആ ഒരു പിന്നെ ബ്രാൻഡിനെ നമ്മൾ അത്യാവശ്യം ഒരു റീച്ചിലോട്ട് നമുക്ക് എത്തിക്കാം. ഓക്കെ 3 monthsന്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 months പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വരും. മീൻസ് 2 month കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വലിയ എമൗണ്ട് ബാങ്കിക്ക് വരാനുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. വലിയ എമൗണ്ട് ആകുമ്പോൾ പെർസെന്റേജിന്റെ അഡ്വാൻസിന്റെ പെർസെന്റേജ് ചിലപ്പം കോംപ്രമൈസ് ചെയ്യാം. 30 25 ആക്കിയാലും പ്രശ്നമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആകുമ്പോൾ 5% എന്ത് ചെയ്യാം, കോംപ്രമൈസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ എമൗണ്ട് ആകുമ്പോഴാണ് പെർസെന്റേജ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊരു ഐഡിയ ആണ്. എന്താ വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ ഒരു 5% നിങ്ങൾക്ക് എന്തെങ്കിലും കുറക്കാം. 5% കുറച്ചാൽ മതി. പക്ഷെ അത് വലിയ എമൗണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ക്ലയൻസ് ആണേലും അവന്മാരുടെ ഈ പൈസ ഒക്കെ ഉണ്ട്. അവന്മാര് ചുമ്മാ നമ്മളെ ഇട്ട് ഇങ്ങനെ എത്ര കുറയ്ക്കാവോ അത്രയും കുറച്ച് കൊണ്ടുപോകും. പിടിച്ച് അതെ, നമ്മൾ ഫുള്ളായിട്ട് വാങ്ങിക്കുന്നില്ലല്ലോ. ഫുള്ളായിട്ട് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഇത് കിട്ടിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് പോയിക്കോളൂ ചിലപ്പോൾ പറയും. അപ്പൊ ഇങ്ങോട്ട് വരും. അങ്ങനെ അത് ഓരോ ക്ലയന്റിന്റെ ഓരോ അനുസരിച്ചാണ്. അത് ഓരോരുത്തർ കോൺഫിഡൻസ് ആണ്. അതിലാണ് നമ്മൾ എല്ലാതും സമ്മതിച്ചു കൊടുക്കരുത്. നമ്മൾ നിങ്ങളിങ്ങനെ പറയാൻ പറ്റും. ഓൾറെഡി നിങ്ങൾക്ക് 1 month പിന്നെ ഇത്രയും ടേൺ ഓവർ ഉള്ള നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഇത്രയും ഇത് ആരും ചോദിക്കൂല, ഈ ചോദ്യം ആരും ചോദിക്കില്ല. ഇത്രയും ടേൺ ഓവർ വന്ന നിങ്ങൾക്ക് എങ്ങനെയാലും ഇന്ത്യ സംബന്ധിച്ചാൽ ലൂബ്രിക്കൻസിൽ ഇത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാലും വരും. അപ്പോൾ ഈ സാധനം നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടാതെ നിൽക്കാൻ നിങ്ങൾക്ക് നിർത്തി വെച്ച് പോയിക്കൂടെ? എത്രയും പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര റിസ്ക് ആണല്ലോ. എങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യണം അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ അവരെ പാത്തറ്റിക് അല്ലേ അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ ഒരു കുറച്ചിൽ വരും. അപ്പൊ പറയും അങ്ങനൊന്നുമല്ല, ഇതൊന്നും ആരും ചോദിക്കും. അപ്പൊ ഓരോ കുറക്കുമ്പോ അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ കുറക്കുമ്പോ ഒരു പറയും അങ്ങനെയല്ല, ഇതിലിങ്ങനെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊന്നും ആരും ടെസ്റ്റ് ചെയ്യും. നമ്മളെന്ത് ചെയ്യും, എല്ലാ ടൈമിലും ഹൈ ആക്റ്റീവ് വെക്കണം. പക്ഷെ നമുക്ക് മനസ്സിലാണ് അയാൾ ഇങ്ങോട്ട് വരില്ല, അയാൾ ഇങ്ങനെ എത്ര വലിയ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ട് താത്തി വെക്കാം. മൂപ്പര് നന്നായിട്ട് താവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂപ്പരൊന്ന് കുറച്ചുകൂടി പൊക്കും ചെയ്യാം. അപ്പൊ പിന്നെന്താ ചെയ്യാം, അപ്പൊ അതിനൊക്കെ ഒരു മോഡുലേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. പിന്നെ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ആൾക്കാരെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതിങ്ങനെ ചെയ്ത് ആൾക്കാരെ കണ്ടുതാവുമ്പോഴാണ്, സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ എന്താണ് അതിന്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഹലോ ഞാൻ വന്ന കാറില്ലേ, ഞാൻ വന്ന കാർ ഇപ്പൊ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ ഒരു ലംബോർഗിനി ആയിക്കോട്ടെ. ലംബോർഗിനിയിലാണ് ഞാൻ വന്ന് ഇറങ്ങിയത്. ഫ്രീലാൻസ് ആയിട്ട് നമുക്കുള്ള ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, ഇങ്ങനത്തെ ഒരു ക്ലൈന്റ് ഇങ്ങനത്തെ വരികയാണ്. ഇതൊക്കെ നോട്ട് ചെയ്യണോ? ഇതൊന്നും ആരും നോട്ട് ചെയ്യും. അത് മാത്രമല്ല നമ്മള് വരുന്ന ഒരു കാറ് ലംബോർഗിനി ആണെങ്കിൽ എന്താ കുറയുമോ? നമ്മളൊരു മാക്ക് വെറുതെ മുന്നിൽ വെക്കുക, അത് മതി. മീൻസ് അങ്ങനത്തെ ഒരു വർക്ക് വരണമെന്നുണ്ടെങ്കിൽ ആരേക്കെങ്കിലും മാക്ക് കടം വാങ്ങുക.
എന്നിട്ട് എന്താ ചെയ്യാ ഒരു അല്ല ദിവസത്തിന് ഒരു ദിവസത്തിന് അല്ല കടം വാങ്ങാ. അതിൽ അതിലൊരു കാര്യം ഞാൻ പറയണ്ടേ. ഞാൻ വരുന്ന വണ്ടി ലംബോർഗിനി, എന്റെ ഓഫീസ് ബുർജ് ഖലീഫയിലും, ഞാൻ പിന്നെ കഴിക്കുന്ന ഫുഡ് അത്രയും കോസ്റ്റ്ലി ഉള്ള ഫുഡ്, ആ ഒരു സെറ്റപ്പിലുള്ള പരിപാടി പിടിച്ചാണ്ടല്ലോ നമുക്ക് ആദ്യം സെറ്റപ്പിൽ തന്നെ നമുക്ക് ബിസിനസ് പിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. അതൊക്കെയാണ് ഒരു ബുദ്ധി. ചില അതെ മറ്റുള്ളവർ കാണുന്നത് എന്താണ് ആ രീതിയാണ്. അത് കുറച്ച് പഠിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ആ ലുക്കും കാര്യങ്ങളും. അപ്പൊ ചിലവർക്ക് ചില രീതിയായിരിക്കും, പക്ഷെ എന്നാലും ചിലർക്ക് പോഷാക്കേണ്ടവർ ചിലർക്ക് പോഷാക്കണം. പക്ഷെ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും എന്ന് ഉറപ്പല്ല. അത് അധികം പോയി ദൂർത്താക്കില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ പിച്ച് ചെയ്യാനൊക്കെ അടിപൊളി അങ്ങനത്തെ വർക്കുകൾ അങ്ങനത്താണ്. എന്ന് അങ്ങനെ വെച്ചാൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചില്ലല്ലോ. ആ ഒരു പിന്നെ ടൈമിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ക്വസ്റ്റ്യൻസ് റിയാസ് ബ്രോ. ആ ഒരു ടൈമിന് നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്പം ബിസിനസ് ചോദിക്കത്തില്ല. എടുത്തോ പിടിച്ചോ നിങ്ങൾ എന്താണെന്ന് ചെയ്തോ എന്നുള്ള. എന്ന് വെച്ചാൽ അത് സക്സസ് എന്ന് പറയുന്ന ഒരു സക്സസ് എപ്പോഴും ഒരു മണി ഡിപ്പെൻഡഡ് ആണ്. സക്സസ് എന്തായാലും മണി സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ അത് സക്സസ് ആണ്. ഓക്കെ, അത് മാത്രമല്ല വേറെ ഒരു ചെറിയൊരു പോയിന്റ്. ഈ ഒരു പോയിന്റ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ 3 പേര് നിങ്ങളുടെ ബാക്കിലുണ്ട് കൊട്ടേഷൻ നിന്നിട്ട് എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്യണം. അത് റെലവന്റ് പോയിന്റ് ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും നമ്മളൊരു അതോറിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം. നമുക്കൊരു അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടാകണം. നമ്മൾ അതോറിറ്റി എന്തായാലും ബിൽഡ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ പോലും അത്യാവശ്യം അതോറിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളെന്തായാലും ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ചാല് നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരും ലിങ്ക്ഡിനിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യണം. അത് B2B പ്ലാറ്റ്ഫോമിൽ ബെസ്റ്റ് ആണ്. നമ്മളെന്തായാലും B2B പരിപാടിയാണ് എല്ലാം ചെയ്യുന്നത്. B2B ചെയ്യാ. അതുകൊണ്ട് ആരും അതാണ് റിജോ പറഞ്ഞത്. റിജോന് അത്യാവശ്യം നല്ല കണക്ഷൻസും നല്ല കമന്റുകളും വരുന്നുണ്ട്. അതാണ് ഞാൻ എന്താ വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ട് അവനോട് ഇടണമെന്ന് പറഞ്ഞതാണ്. അതാണ് അശ്വിനും പറഞ്ഞില്ല, ഓർഗാനിക് ആയിട്ട് റീച്ച് കിട്ടും. അതിന് അൽഗോരിതംസ് എന്നുവെച്ചാൽ ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിലെന്ത് ചെയ്യണം, പിന്നെ 1 മാസം മുന്നത്തെ പോസ്റ്റ് അതിലുള്ളൂ, പുതിയ പോസ്റ്റ് ആൾക്കാർ ഇടുന്നില്ല. അപ്പൊ അത് അങ്ങനെ ആവുമ്പോ എനിക്ക് നഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യാ വെച്ചാല് നല്ല കണ്ടന്റ് ഉള്ള പോസ്റ്റുകളെ ബൂസ്റ്റ് തന്നെ ചെയ്യാം. അത് 1 മാസത്തിന് 2 മാസത്താണെങ്കിൽ 1 വർഷത്തിനാണെങ്കിൽ നമ്മളത് ബൂസ്റ്റ് ചെയ്യാൻ നോക്കും. ആൾക്കാർക്ക് അവിടെ എന്താ ഇൻസൈറ്റ്, ഈ ക്രിയേറ്റീവ് ചെയ്യേണ്ട ആൾക്കാർ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഇൻസൈറ്റ് കൊടുക്കണം. ഒരാൾ വായിച്ച് അതിനൊരു ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും. എന്നാലും അതിനനുസരിച്ചുള്ള കമന്റോ അല്ലെങ്കിൽ ലൈക്കോ ആൾക്കാർക്ക് അത് പിടിക്കുള്ളൂ. അല്ലാതെ എന്ത് ചെയ്തൊരു കാര്യം നമുക്ക് എത്ര ഇൻസൈറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഐഡിയ വേണം. മനസ്സിലായല്ലേ? ആ ഒരു അതൊന്ന് ക്ലിയർ ചെയ്യോ ഇൻസൈറ്റ് അതെന്താ ഉദ്ദേശിച്ചത്? ഇപ്പം ക്രിയേറ്റ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ ഒരു പോസ്റ്റിൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു പുതുമുള്ള ഒരു കാര്യം കണ്ടു, പുതുമുള്ള എന്തെങ്കിലും ഒരു വാക്ക്, ആൾക്കാർ പുതുമുള്ള ഒരു കാര്യം കാണുമ്പോൾ ഒരു വേർഡ് മാത്രമേ ബാക്കിയൊക്കെ നോർമൽ ഒരു പുതുമുള്ള ഒരു കാര്യം അതിൽ പറയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പിന്നെ ഇതിനെ ക്യാച്ച് ചെയ്യും. എന്താ വെച്ചാൽ ഈ അൽഗോരിതത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുക എങ്ങനെയാ വെച്ചാൽ അൽഗോരിതം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ സാധനത്തിൽ അത് കുറവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സാധനം പുതിയതാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണം, റീച്ച് ചെയ്ത് പോകും. എന്തുകൊണ്ട് വെച്ചാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൽ എക്സാമ്പിൾ ഫുള്ള് കാര്യം ഡിജിറ്റൽ മാർക്കറ്റ് മാത്രമാണ്. പക്ഷെ ഞാൻ വേറെ പർപ്പസിന് ഉണ്ടാക്കിയ മീൻസ് ജനറൽ പർപ്പസ് ആണ്. അപ്പോൾ ഇത്രയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിൽ ഒരാൾ വന്നിട്ട് വേറൊരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയാം. മനസ്സിലായ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അൽഗോരിതം എന്ത് ചെയ്യും, ഈ സാധനത്തിനെ ഒന്ന് പുഷ് ചെയ്ത് നോക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതിലൂടെ അത് മടുത്ത് കഴിയുമ്പോൾ ഈ ഒരു സാധനത്തേക്ക് വരും. അതാണ് അപ്ഡേഷൻസ് ടെക്നോളജീസിനും ഇതിനൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. ഇത് അതുപോലെ തന്നെ ഏത് സാധനത്തിനെ നമ്മൾ പിന്നെ കൂടുതൽ കമന്റ് കിട്ടിയ ഇതുകള്, അതുപോലെ തന്നെ കൂടുതൽ ഇംപ്രഷൻസ് കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് ഇത്രയും കാലത്തെ റെലവെന്റ് ആയിട്ടുള്ള പോസ്റ്റ് നോക്കുക. അല്ലാതെ ഒരാൾ ഒരു പോസ്റ്റ് മാത്രം ഇട്ടു ലിങ്ക്ഡിനിൽ, മനസ്സിലായില്ലേ? ലിങ്ക്ഡിൻ ഒരു പോസ്റ്റ് മാത്രം ഇട്ടിട്ട് അതിനെ റീച്ച് ഔട്ട് ആക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റെഗുലർ ആയിട്ട് പോസ്റ്റിംഗ് ഇടണം. ഒന്നും ഒരു ലൈക്ക് ഒന്നും വേണ്ട, റെഗുലർ ആയിട്ട് പോസ്റ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക്ഡിന് മനസ്സിലായി ഇയാൾ എന്നും എൻഗേജ്ഡ് ആണ് ഇന്റെ ആപ്പ് അയാൾ തുറക്കുന്നുണ്ടല്ലോ, അതിനുള്ള പ്രയോറിറ്റി അയാൾ കൊടുക്കും. എന്റെ ആപ്പ് ഒരാൾ തുറക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ഉദ്ദേശം. എന്റെ ഉദ്ദേശം എന്താണ്, ആൾക്കാർ ഇതിൽ തുറക്കണം, ഒന്ന് സ്ക്രോൾ ചെയ്യണം. ഇതാണ് എന്റെ ഇത് നിന്ന് കഴിഞ്ഞാൽ എന്റെ ബിസിനസ് തന്നെ പോയി. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാം ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ടാൽ തന്നെ ഓർക്ക് എന്തായാലും മനസ്സിലാവും ഇയാൾക്ക് എന്തുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്നും പോസ്റ്റ് വരുമ്പോൾ ഇയാൾ മനസ്സിലാവും
ഇവനക്ക് കുറച്ചും കൂടി നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ കസ്റ്റമൈസ്ഡ് നോട്ടിഫിക്കേഷൻസ് തരും. അതുപോലെ തന്നെ ഇയാളെ റീച്ച് ഔട്ട് ആവാൻ നോക്കും. എന്താ വെച്ചാൽ ഇയാൾ അത്രയും കീപ്പായിട്ട് നോക്കിടുന്ന് മനസ്സിലായി. നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക, എന്നും നമ്മളോട് സംസാരിക്കും, എന്നും ഒരാൾ വന്ന് കണ്ടത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അയാളെ എന്താ വിഷ് ലിസ്റ്റിൽ നമ്മൾ അയാളെ ഓട്ടോമാറ്റിക്കലി ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറിനെ പോവുകയാണ് ചെയ്യുക. ഞാൻ ഒരു സാധാരണയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു സാധാരണയായിട്ട് ഒരു വലിയ ലോജിക്ക് ഇല്ലാത്ത ഒരാളാണെങ്കിലും എന്നും സംസാരിക്കുമ്പോൾ അയാളത്തിന്റെ അടുപ്പം കൂടുകയാണ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനെ നിങ്ങൾക്ക് കോൺട്രാക്ടർ ആയിട്ടോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യാം. പക്ഷെ അത് ബുദ്ധിപരമായിട്ട് നിൽക്കുമ്പോൾ ഓർഗാനിക്കലി വരുന്ന ഈ കൺസെപ്റ്റ് ഇത്ര തന്നെ ഉള്ളൂ. എന്തുകൊണ്ട് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുക. ഈ ആൽഗോരിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കും ബിസിനസ്സാണ്, ഓരോ ബിസിനസ്സാണ് നടത്തുന്നത്. ബിസിനസ് പഠിച്ചു ഓടുന്ന എന്തും ചെയ്യാം. പക്ഷെ ബിസിനസ് മാർക്കറ്റിങ്ങിനൊക്കെ ബേസ് എന്താ ബിസിനസ്സാണ്. ബിസിനസ് ഓരെന്ത് ചിന്തിക്കും, ആ ഒരു എമ്പതി ഉണ്ടല്ലോ, എമ്പതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരാളുടെ രീതി ഞാനിപ്പോ അതിന് ചോദിച്ചതാണ്. ഒരാൾ 15,000 റുപ്യ നിങ്ങൾക്ക് തരികയാണ്. 15,000 റുപ്യ ചെറിയതല്ലല്ലോ. ഒരു സാധാ ബിസിനസ് 15,000 റുപ്യ തരുമ്പോൾ നമ്മൾ അതിനൊരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ 15 പിന്നെ അതുപോലെ തന്നെ ഈ 15 നമ്മൾ പിന്നെ എന്തായി എക്സ്പെൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഈ 15 എങ്ങനെയായാലും ഒരു 5 റുപ്യെങ്കിലും ഒരു 4 റുപ്യെങ്കിലും നമുക്ക് ലാഭം കിട്ടും. വേണ്ടേ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമുക്കും സർവൈവ് ഇല്ല. അപ്പൊ എന്താണ്, ഈ 15 വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര എക്സ്പെൻസ് ആവും നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലാണ് ഇത് മീൻസ് നമുക്കൊരു വെച്ച് കഴിഞ്ഞാൽ 15 വന്നു, അതിൽ 14 രൂപയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം എടുക്കാതിരിക്കാന്ന് വെച്ചാൽ 1000 റുപ്യക്ക് പുതിയത് ഒരു 0 കോസ്റ്റിന് 1000 റുപ്യ മാത്രം ഇങ്ങോട്ട് വരണതുണ്ടെങ്കിൽ അത് ചെയ്താലേ ലാഭം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എഫേർട്ട് കൊടുത്താൽ മതി. 1000 റുപ്യ നമുക്ക് ഓൾറെഡി മതി കിട്ടുന്നുണ്ട്. മറ്റേടത്ത് 15 റുപ്യ കൊടുത്തിട്ട് ആകെ എന്താണ് നമ്മളേക്കൊന്ന് പോകുന്ന കാര്യമാണ്. ആ 14,000 റുപ്യ പോകുമ്പോൾ ആകെ 1000 റുപ്യന്റെ പ്രോഫിറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ട് ഒരു കാര്യം അതിനനുസരിച്ചുള്ള എത്രയും വീഡിയോ ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെ ചെയ്തിട്ട് ലാഭം ഉണ്ടോ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യണം, അത് നമ്മൾ അതിന്റെ കൂടെ തന്നെ ചെറിയൊരു കാര്യം ആഡ് ചെയ്തോട്ടെ. എന്താ വെച്ചാല് ഈ സർവീസ് സെക്ടർ എന്ന് പറയുമ്പോ അത് ഒരിക്കലും പ്രൊഡക്റ്റ് MRP പോലെ അല്ല. ഓക്കെ, ഒരു എക്സ്പയറി ഇല്ല, അതുപോലെ തന്നെ MRP ഇല്ല, എക്സ്പയറി ഇല്ല, MRP ഇല്ല. അതുപോലെ തന്നെ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് എക്സ്പെർട്ടൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആക്ച്വലി ഒരാളുടെ പ്രൈസിങ് അല്ലായിരിക്കും മറ്റേ ആൾക്ക്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം. ക്യാമ്പയിൻ ചെയ്ത ആൾക്കാരുണ്ടാ, പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ചെയ്ത ആൾക്കാരുണ്ടാ? പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ചെയ്തിട്ടില്ല, വന്നിട്ടുണ്ടാവുന്നു. പക്ഷെ അത് ഫേസ്ബുക്ക് ഒന്നും അപ്രൂവൽ തരില്ലല്ലോ. കുറച്ച് ഇഷ്യൂ ഉണ്ട്. അല്ല, അപ്രൂവൽ അല്ല, അത് അറിയാത്ത രീതിയിൽ നമ്മൾ വേറൊരു മാർക്കറ്റിംഗ് ഉണ്ട്. മീൻസ് മറ്റുള്ള അവരല്ല ചെയ്യണത്. എക്സാമ്പിൾ വേറെ ആൾക്കാർക്ക് സഹായം കൊടുത്തിട്ട് അതിലൂടെ ഇവരെ ക്ലിക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊളിറ്റിക്കൽ ക്യാമ്പയിന് നമ്മൾ അത് നോക്കുന്ന കാര്യം, ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഒരു ഉപകാരം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് പൊളിറ്റിക്കലി വർക്കുകളും ഗവൺമെന്റ് വർക്ക് അങ്ങനത്തെ ഉള്ളിൽ കൂടെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പോലെ കുറച്ചും കൂടി വർക്ക് പിച്ച് ചെയ്യാനൊക്കെ ഒരു കണക്ഷൻസ് കിട്ടും. എത്തിക്കലി തന്നെയാണ് പറയുന്നത്. എത്തിക്കലി തന്നെ ഇങ്ങനത്തെ ഈ ചെറിയ രീതി, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇനി അടുത്ത് കേട്ടോളി. ഇനി നമ്മൾ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരു വർക്ക് എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. എന്താ വെച്ചാൽ ഇനി നമുക്ക് എന്തുണ്ട്, പിന്നെ ലോക്സഭ കഴിഞ്ഞ് പിന്നെ ലോക്കൽ ചെറിയ എലക്ഷൻസ് വരും. മീൻസ് പഞ്ചായത്ത് ഇലക്ഷൻ വരും. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് വർക്ക് കിട്ടാനുള്ള പണി ഇപ്പൊ തന്നെ എടുക്കുക. മറ്റേത് വേണ്ട. പഞ്ചായത്ത് ഇലക്ഷന് വർക്ക് കിട്ടാനുള്ള പണികൾ നമ്മൾ ഇപ്പൊ തന്നെ എടുത്തു നോക്കുക. അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക. അതിനുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ട് അതാകുമ്പോൾ ഇഷ്ടമാതിരി കിട്ടും. മീൻസ് അത് നല്ലൊരു കളിയാണ്. അത് അവിടെ ആവശ്യമുള്ള അപ്പൊ ഫണ്ട് വരും. അത് നല്ല ഫണ്ടുകളും കിട്ടും. മീൻസ് അതിനുള്ള പണി ഇപ്പൊ തന്നെ എടുക്കണം. അന്ന് പോയിട്ട് ചെയ്യാതെ നമുക്ക് ഫ്രീലാൻസിങ് ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫണ്ട് ബേസ്ഡ് കളിയാണ് അത്. അപ്പൊ അതിനുള്ള സ്ട്രാറ്റജീസ് ഇപ്പൊ തന്നെ ബിൽഡ് ചെയ്യാം. ഇനിയിപ്പോ ഒരാൾ ചെയ്യാന്ന് അവർക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇപ്പൊ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു കാലം വരാണ്ടില്ലേ, ഇലക്ഷൻ ഉണ്ടാവില്ലേ. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് കിട്ടാൻ, ഫ്രീലാൻസർക്ക് വർക്ക് കിട്ടാൻ സുഖമാണ്. എന്താ വെച്ചാൽ ഒരു പാർട്ടിയിൽ ലോക്കലിലുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വർക്ക് പോവാ. പക്ഷെ ഇനിയിപ്പോൾ അതിലുള്ള സംശയം എന്താ വെച്ചാൽ ഫണ്ട് കിട്ടുമല്ലേ എന്നുള്ളതാണ് അവിടുത്തെ സംശയം. അതാണ് എല്ലാവരും പറയാം, അല്ലേ, ഫണ്ട് കിട്ടൂലേ. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൾക്കാർ സ്കെച്ച് ചെയ്തിട്ടുള്ള പിന്നെ ഇവരപ്പം മുന്നിലൂടെ നടന്നു നോക്കുക. ഇവർ എത്ര ഫണ്ട് എങ്ങനെയാലും ഫണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ ഒരു ഇലക്ഷന് ഫണ്ട് ഇറങ്ങുന്നുണ്ടോ അല്ലേ? നല്ല രീതി ഇറങ്ങുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ 2023 പാർലമെന്റ് ഇലക്ഷനിൽ മോദി സർക്കാർ ഇത്ര ആടിന് വേണ്ടി ചെലവഴിച്ച് എത്ര കോടിയായി, എത്ര കോടിയായിരുന്നു മറന്നുപോയി.
എനിക്ക് റിപ്പോർട്ട് കുഴപ്പമുണ്ടായിരുന്നു. ഇടുങ്ങിപ്പോയി അല്ല അപ്പൊ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വേറൊരു മുഖം തന്നെ ഉണ്ട്. അതിൽ നന്നായിട്ട് ചൂഷണം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എന്നാണ് അതിനനുസരിച്ച് മുന്നേ ഇവിടെ എന്ത് ചെയ്യുക, ഇറങ്ങിയിട്ട് ഒരു ചെറിയ പാർട്ടി, ചെറിയ നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യുക, വെറുതെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ ആദ്യം പറയാം. എന്നിട്ട് ഓനക്ക് അത് കണ്ടന്റ് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളെ അടുത്തേക്ക് വർക്ക് റീഡയറക്റ്റ് ആയി വരുന്ന രീതിയിൽ എത്തും. മനസ്സിലായ? അത് നമ്മളെ രീതിയിൽ തന്നെ നോക്കിപ്പോ ഔട്ട് ഓഫ് ഫ്രീലാൻസർക്ക് ഉപകാരമാണ്. എന്താ വെച്ചാൽ വേറൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ ഓണം സെലിബ്രേഷന് ഇപ്പൊ അതൊരു മാർക്കറ്റാണ്. ഓണം സെലിബ്രേഷന് ഈ കോളേജ് തേർഡ് ഇയേഴ്സ് പൈസ ഫണ്ട് എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തിനാ ഒരു കോളേജ് കൂടുതൽ എത്തിയാലും മറ്റേ കോളേജ് എത്തണം, പൈസ ഉള്ളവരുണ്ട്. മനസ്സിലായില്ല. കോളേജുകൾ ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, അതിന്റെ വീഡിയോസ് എന്തെങ്കിലും റീൽസ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് ഇപ്പൊ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കും. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വരെ വർക്ക് കൊടുക്കുന്നവരുണ്ടാവും. എന്താ വെച്ചാല് അത് ഏത് കൊല്ലത്ത് ആ കൊല്ലത്ത് തേർഡ് ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അത്. ഹലോ അല്ലേ കോളേജിൽ മീൻസ് അങ്ങനൊക്കെ ഒരു മാർക്കറ്റ് പല രീതിയിലുണ്ട്. ചെറിയ നീശിലായി ഫ്രീലാൻസർക്ക് പറഞ്ഞൊരു മാർക്കറ്റാണ്. ഫ്രീലാൻസിന് പറഞ്ഞൊരു മാർക്കറ്റാണ് ഈ പറഞ്ഞത്. ഈ ചെറിയ കുട്ടികൾ ഈ പഠിക്കുമ്പോൾ തന്നെ എന്താ ചെയ്യുക, ഈ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് ഇതിലൂടെ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇത് വിട്ടത് വെച്ചാല്. അപ്പൊ അവർക്ക് എക്സ്പോഷർ കിട്ടും. അപ്പൊ ഒരു പോസ്റ്റർ ചെയ്യും, വീഡിയോ ചെയ്യും, അതിൽ നിന്ന് തന്നെ അങ്ങനെ കുറച്ച് ഗ്രോത്തിൽ കൊണ്ടുവരാം. അത് ഫ്രീലാൻസറിന് ഒരു പിന്നെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു വേണം. അത് കോളേജുകൾ ഫോക്കസ് ചെയ്യാന്നുള്ളത്. അതിൽ അത്ര ചോദ്യം പറിച്ചിലൊന്നും ഉണ്ടാവില്ല. കോളേജുകൾക്ക് ഇഷ്ടംമാതിരി മീൻസ് കോളേജ് കുട്ടികൾക്കുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരെ നടത്തിയ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ പഠിക്കാം. എന്ന് വെച്ചാൽ നമുക്കൊരു ക്രിയേറ്റീവ് ഉണ്ടാക്കാൻ ഒരു സാധനം വേണ്ടേ, ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കാൻ ഒരു സാധനം വേണ്ടേ, ഒരു തോട്ട് കിട്ടണ്ടേ. അപ്പൊ അതിനുള്ള ഒരു സിവലായിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ ഇത് വലിയ ഭീമന്മാരോ കളിയാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നമുക്ക് വിളപ്പെടാന്നുള്ളത് 100% അങ്ങനെ പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് വേറോടത്തേക്ക് പോവാന്നുള്ളൂ. അത് നമുക്ക് എടുത്തൂടെ, നമുക്ക് ആ പെർസെന്റേജ് നമുക്ക് എടുത്തൂടെ. നമ്മള് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ബ്രോ അല്ല ഞാൻ ഈ ഇലക്ഷൻ ഡേയ്സ് പറഞ്ഞോണ്ട് എനിക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോ എനിക്ക് വന്നായിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2020 പാർട്ടിയുടെ ചാലക്കുടി മണ്ഡലത്തിന്റെ വർക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ കാരണം ഞാനും ചാലക്കുടി മണ്ഡലത്തിൽ എത്തിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് നമ്മള് ഒരു പാർട്ടിനെ ഇതാക്കുമ്പോ മറ്റുള്ളവർക്ക് എടുത്താലും ഒരു ഇഷ്യൂ ഉണ്ട്. ആശയ ഇഷ്യൂ വരുമ്പോ ഒരു സീൻ. പക്ഷെ ആശയത്തിൽ ഉള്ളിൽ എന്താ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം. ഏത് ആശയം പ്രശ്നമില്ല. ബിസിനസ് ആണ്. പറയട്ടെ, അത് ബിസിനസ് ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് വന്നു, ഞാൻ സംസാരിച്ചു. അപ്പൊ ബേസിക്കലി ഞാനൊരു നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മെമ്പറാണ്, ഇതൊക്കെയാണ്. പക്ഷെ എന്റെ മണ്ഡലത്തിലുള്ള ഞാനും ചാലക്കുടി മണ്ഡലത്തിന്റെ പ്രവർത്തകനാണ്. ആ ചാലക്കുടി തന്നെയാണ് എനിക്ക് വർക്ക് വന്നത് 2020. അത് വേറൊരു കോർഡിനേറ്റർ വന്നതാണ്. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ ഇത് രാഷ്ട്രീയം ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അവിടെ നമ്മൾ ബിസിനസ് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വേറൊരു കാര്യം ചെയ്യട്ടോ, ലാസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞത് അതിനാണ് ഫ്രീലാൻസിങ്. ഇനി ഫുള്ള് പറയും. ഇത് നമുക്ക് വർക്ക് റീഡയറക്റ്റ് വേറെ നാട്ടിലുള്ള ഒരാൾക്ക് വർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒന്നും അറിയണ്ട, പക്ഷെ എനിക്ക് കമ്മീഷൻ ഓട്ടോമാറ്റിക് കിട്ടുകയും ചെയ്യും. അതാണ് ഫ്രീലാൻസിങ്. പറയട്ടെ ഞാൻ. പക്ഷെ എനിക്കത് വർക്ക് എടുക്കാൻ പറ്റാത്ത സിസ്റ്റം എന്താന്ന് വെച്ചാൽ അവര് ഫീൽഡ് വർക്ക് കൂടി പറഞ്ഞു. ഫീൽഡ് വർക്ക് വേണം അവർക്ക്, അതോടെ തന്നെ നമ്മുടെ സ്റ്റാഫ് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യണമെന്നും പറഞ്ഞു. ഈ രണ്ട് കേസ് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ ഓൺലൈൻ മാത്രം ചെയ്തു തരാം, നമ്മുടെ വർക്ക് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതുകൂടെ അവര് ഫീൽഡിന്റെ കേസും പറഞ്ഞു. ഫീൽഡിലേക്ക് നമ്മുടെ സ്റ്റാഫിനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കറന്റ് വർക്ക് ചെയ്യുന്ന നമ്മുടെ വർക്ക് പെൻഡിങ് ആയി പോകും. അങ്ങനെ ഇഷ്യൂ വന്നോണ്ട് ഞാൻ അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതിനെന്ത് ചെയ്യാം, നമ്മളെ ഈ കോളേജ് പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഗ്രൂപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മളൊരു ഗ്യാങ്ങില് അവർക്ക് ഇതിന് ചെറിയൊരു പേയ്മെന്റ്, അവർക്ക് ഒരു 100 120 കൊടുത്താലും ഒരു ചിലപ്പോൾ നടക്കും ചെയ്യും. അവർക്ക് പണി പഠിക്കലുമായി. മീൻസ് ഇതിനൊക്കെ ആൾക്കാർ അന്വേഷിക്കണം. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെ എന്ത് പണിയെന്നോ ഞാൻ പോയി, എനിക്ക് പണി കിട്ടണില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് താല്പര്യമുള്ളവർ എഡിറ്റിങ്ങിന് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ ചെയ്യും. നമ്മളൊക്കെയാണ് അങ്ങനെ ഓപ്ഷൻ കിട്ടിയ പൈസ കിട്ടിയില്ലെങ്കിലും ചിലപ്പം ചെയ്യും. അതൊക്കെ അത് അറിയുന്നവർക്ക് അങ്ങനത്തോടാണ് ഫ്രീലാൻസർ ആവുക. ഈ ഒരു ഓപ്ഷൻസ് കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫ്രീലാൻസിംഗ് എന്ന് പറയാം. അല്ലാത്തൊരു ട്രഡീഷണലി ഒരു ജോബ് കിട്ടി പോകും. ഈ ഫ്രീലാൻസിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതായാലും ചാലഞ്ചിങ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അപ്പോഴും എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കുക. അപ്പൊ അതിനുള്ള സെക്ഷൻസ് വേറെ ഉണ്ട്. അതിനുള്ള കുട്ടികൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ എപ്പോഴും കോളേജിന്റെ ട്രെൻഡ് എപ്പോഴും പഠിക്കണം നല്ലതാണ്. എപ്പോഴും കോളേജിന്റെ ട്രെൻഡ് പഠിക്കണം നല്ലതാണ്. അത് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ്,
അതുപോലെ തന്നെ ഞാനൊരു ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ കാര്യം പറഞ്ഞോട്ടെ. ഹലോ, ഹായ്. ഞാൻ പുതുതായിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തതാ. അതുകൊണ്ടാ ഈ പൊളിറ്റിക്കൽ ക്യാമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്ന് ഓർത്തു. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കമ്പനി ഒരു B2B ആയിരുന്നു, ഹോസ്പിറ്റലിന്റെ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന. അപ്പൊ ഞങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് മൂലം മറ്റേ തമിഴ്നാട്ടിലെ ഹെൽത്ത് മിനിസ്റ്ററുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ ഒക്കെ കിട്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് പുള്ളിയായിരുന്നു ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് കാര്യം വലിയ പോസ്റ്റിലൊക്കെ ആണെങ്കിലും അവര് തീരെ കുറവായിട്ടുള്ള ഒരു കാശാണ് തന്നത്. 20K എങ്ങാണ്ടാണ് ഒരു മാസം തന്നുകൊണ്ടിരുന്നത്. അത് വലുതായിട്ടൊന്നും തന്നില്ല. പിന്നെ വേറൊരു കാര്യം, 24/7 അവൈലബിൾ ആയിരിക്കണം. കാരണം അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ രാത്രി ഒരു പോസ്റ്റ് അയച്ചാലും ഉടനെ ഇരുന്ന് പോസ്റ്റ് ചെയ്യണം, ആ സമയത്ത് പോസ്റ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്. പിന്നെ വേറൊരു കാര്യം വരുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് നടന്നാലും, കാരണം അവര് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തെറ്റായിട്ട് എന്തെങ്കിലും പോയാൽ അവരുടെ എതിരെ ഒരു ഇൻഫ്ലുവൻസ് വരും ജനങ്ങളുടെ അടുത്തുനിന്ന്. അപ്പൊ അതും ഒരു ഡേഞ്ചർ ആണ്. അപ്പൊ ഈ 3 കാര്യം പറയാൻ നോക്കാം ഇതിലെ പൊളിറ്റിക്കൽ സൈഡിൽ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ. ഓക്കെ അത് പറഞ്ഞ നന്നായി, അത് നല്ല കാര്യമാണ്. പൊളിറ്റിക്കൽ സൈഡിൽ ഇത്രയും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഏജൻസികൾ ഈ ചെറിയ 25,000 രൂപയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മണ്ടത്തരം ഞാൻ പറയും. അതാണ് അവിടെയാണ് അതിന്റെ കളി. ഇത്രയും വലിയ പക്ഷെ അവർ എത്രയും കാശ് തരുന്നുള്ളൂ. അവര് എത്രയും വലിയ ആളാണെങ്കിൽ അവിടെ ചുരുക്കും അവര്. പക്ഷെ അതല്ല, പക്ഷെ അത് ബുദ്ധിയുള്ളവര് ഇപ്പോഴത്തെ രീതിയിൽ ചിലവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അങ്ങനെ ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടമുണ്ട്. കാര്യത്തെ പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള BJP മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്താണ്, അതിൽ പബ്ലിസിറ്റി കൊടുത്താൽ ഏറ്റവും ലാഭം കൂടുതൽ ഒരു പത്രത്തിൽ ഒരു ആഡ് കൊടുക്കണതോ അല്ലെങ്കിൽ ഇതിലൂടെ പോണതാണോ പിന്നെ എഫക്റ്റീവ്? സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കളിച്ചോണ്ടിരുന്ന ഇലക്ഷന്റെ സമയത്ത് യൂത്തിന്റെ ഇത് ഓൾറെഡി യൂത്തിനെ കിട്ടലാണ് മെയിന്. യൂത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇത് പോവാ. യൂത്തിന് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ആ വീട് കിട്ടും. ആ വീട് കിട്ടുമ്പോ പിന്നെന്തായി യൂത്ത് എവിടെയാണുള്ളത്? യൂത്ത് ഉള്ളത് എല്ലാവരും സ്കെച്ച് ചെയ്യണ മാതിരി കോളേജുകൾ മറ്റുള്ളവര്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂത്ത് വരുന്നത് എവിടെയാണ്? ഇൻസ്റ്റഗ്രാമിലാണുള്ളത്. അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ ഇത് സിലബസ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്താ വെച്ചാൽ അത് ബജറ്റ്